ஹலோ காய்ஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்னைக்கு ஒரு ரீரிலீஸ் ஆக போகுது அந்த படம். ஆமாம். ஸோ அதை நாங்கள் ரியாக்ட் பண்ணலாம் அப்படின்னு சொல்லி ஒரு படம் பார்த்துக்கிறோம். ஸோ இதை விட பார்த்தீங்கன்னா ஒரு பெஸ்ட் டைம் கிடைக்காது. இதோட ரீமாஸ்டர் பண்ணி வந்திருக்கு. ஆனால் தியேட்டரிக்கல் ரிலீஸ் இன்னைக்கு பண்ணுறாங்க. ஸோ அதை பிளான் பண்ணி தான் நம்ம இந்த படம் பார்க்கலாம் அப்படின்னு. ஸோ இன்றைக்கி நம்ம பார்க்க போகிற படம் என்னென்னு பார்த்தீங்கன்னா தேவதூதன் 4-10 படம் தான் பார்க்க. எஸ், ரொம்ப நாள் கழிச்சு. ஹெவன்லி மெசேஞ்சர் 2000 வந்திருக்கு இந்த படம். இது வந்த டைமில் அவ்வளோ ஓடலன்னு நினைக்கிறேன். அப்புறம் ஒரு நல்ல ஃபேன் பேஸ் வந்திருக்கு. தேவதூதன். ஸோ இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கான்னு பார்த்தீங்கன்னா சிபி மலையில் பை ரகுநாத் பலேரி. இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா ஸ்டார்டிங் வித் மோகன்லால், ஜெயபிரதா, ஜனார்தனன், ஜெகதீஷ், முரளி, விஜயலட்சுமி. இதுதான் எங்களுக்கு தெரிஞ்சு இந்த படத்தில் இருக்கிற காஸ்டிங். ஜெயபிரதா அந்த பழைய படத்தில் கமல் குருலாம் வருவாங்க. அப்புறம் இது தசாவதாரத்தில் அவதார் சிங் ஒய்ஃப் இருப்பாங்கல்ல. ஸோ இந்த படத்தில் ஒன்லைன் என்ன தெரியுமாடா? ஒன்லைன் ஆண்ட்ரே ஃபிலிம்ன்ற மாதிரி போட்டிருக்கு. ட்ரெயிலரில் ஏதோ சாங் கம்போஸ் பண்ணது ஏதோ ஒரு கொலை நடந்திருக்கா இல்லை யாரும் மிஸ் ஆகிட்டாங்கன்னு தெரியல. இவர் ரொம்ப நாள் கழிச்சு காலேஜ் விட்டு போயிரு, அதுக்கப்புறம் ரீவிசிட் பண்ணுறாரு. ஹாரர் ஃபிலிம். ஆமாம், பஞ்சக்கோ போகன் படம் பார்த்தோமே, என்னதான் கேஸ் கூட பாட்டு வருமே, அது இது ரிலேட்டடா தெரியலையே பாட்டுக்கிட்டு. சரி, ஓகே. ஸோ இது அந்த படத்தோட காஸ்டிங், ஆன்லைன் ஆண்ட்ரே எல்லாமே. ஸோ இதுக்கப்புறம் நம்ம ரியாக்ஷன் காட்லி மெசேஞ்சர் அப்பா. ஆர்கெஸ்ட்ரா ப்ளூர். An octave down on the contrary. நல்லா இருக்கு. எங்கே இருக்கார் பயங்கரம்? தமிழில் என் பொசிஷன் தான். ஏறி இறங்கி போறியா? அந்த டீஸ்பூன் வச்சுக்கோங்க. சாங்கோட ரிலீஸ் நினைக்கிறேன். ரிதம் ஆஃப் லவ். ஹான்ஸ் சிம்மர். ஃபாரினர்ஸ்லாம் வந்துடுறாங்க. ஃபாரினர்ஸ்லாம் வந்து பெரிய மியூசிக் டைரக்டர். അവാർഡ് കിട്ടിയ ആൽബത്തിന് റിതം ഓഫ് ലവ് എന്ന് പേരിടാനുള്ള കാരണം എന്താണ്? Rhythm of love. സ്നേഹത്തിന്റെ ഹൃദയമിടിപ്പ്. ഏതോ അദൃശ്യ ശക്തിയുടെ സ്നേഹത്തിന് മുന്നിലുള്ള എൻ്റെ സാഷ്ടാംഗ പ്രണാമമാണ് Rhythm of love. അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ താങ്കളാണ്. അതിലെന്ത് തോന്നുന്നു? ആദ്യത്തെ ഇന്ത്യക്കാരൻ, രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നൊന്നുമില്ല സുഹൃത്തെ. എന്ത് നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എൻ്റെ മുന്നിലുണ്ട് എന്നെനിക്കെപ്പോഴും തോന്നാറുണ്ട്. അയാളെ മറന്നുകൊണ്ട് അഹങ്കരിക്കാൻ എനിക്കെന്തോ സാധിക്കാറില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിൽ അങ്ങ് ഒരു സിംഫണി അവതരിപ്പിക്കുകയുണ്ടായി. അന്നത്തെ പത്രസമ്മേളനത്തിൽ സംഗീതത്തിൽ അങ്ങയുടെ ഗുരു ആരാണെന്ന് ഞാൻ ചോദിച്ചു. അതിൻ്റെ ഉത്തരം, ഒരു കാലത്ത് സംഗീതം എനിക്ക് വേദനയ്ക്കുള്ള മരുന്നായിരുന്നു. അതേ സംഗീതം കാരണമാണ് ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ നിന്നും എന്നെ പുറത്താക്കിയത്. 7ാമത്തെ വയസ്സ് വരെ അച്ഛൻ എന്നെ വിളിച്ചത് മിടുക്കനെന്നായിരുന്നു. 8ാം വയസ്സ് മുതൽ അമ്മാവനായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അച്ഛൻ മിടുക്കനെന്ന് വിളിച്ച സ്ഥാനത്ത് അമ്മാവൻ എന്നെ വഷളൻ എന്ന് വിളിച്ചു. എന്നെ വഷളനാക്കിയ അമ്മാവൻ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് എന്നെ തല്ലാനെടുക്കുന്നൊരു മുളവടിയായിരുന്നു. തല്ലുന്നതിന് മുമ്പ് അമ്മാവൻ ആ മുളവടി ഒന്ന് തടവും. മുളവടിയോടുള്ള അമ്മാവൻ്റെ സ്നേഹം കാണുമ്പോൾ
ആ മുളവടി അമ്മായി പ്രസവിച്ചതാണോ എന്ന് വരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉദയത്തിനും അസ്തമയത്തിനും ഇടയിൽ ഓരോ ദിവസവും ചന്തിക്കിട്ട് 20 അടി. അതായിരുന്നു അമ്മാവൻ്റെ കണക്ക്. കാഴ്ചയെത്താത്തെടുത്ത് ഠേ 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 എന്ന് വീഴുന്ന അടി സംഗീതത്തിൻ്റെ ആദ്യാക്ഷരമായി ഞാൻ എണ്ണുമായിരുന്നു. ഠേ 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 ഠേ. വേദന അറിയാതിരിക്കാൻ അടിയുടെ താളത്തിനൊപ്പിച്ച് മനസ്സിൽ ഈശ്വരനാമം ചൊല്ലാൻ അമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ സംഗീതത്തിൻ്റെ ആരംഭം അവിടെ നിന്നാണ്. അമ്മയാണ് എൻ്റെ ഗുരു. ഈ ആൽബം ഏതോ വലിയ മനുഷ്യനുള്ള സമർപ്പണമാണെന്ന് സർ പറയുകയുണ്ടായി. അദ്ദേഹം ആരാണ്? അയാൾ സംഗീതത്തിൻ്റെ രാജാവ്. ആ രാജാവ് തന്ന വെളിച്ചമാണ് നിങ്ങളെല്ലാവരെയും ഇന്നെൻ്റെ മുന്നിൽ എത്തിച്ച എൻ്റെ പുതിയ സിംഫണി റിതം ഓഫ് ലവ്. കൃഷ്ണമണിയിൽ സംഗീതത്തിൻ്റെ പ്രകാശം സൂക്ഷിച്ച ഒരു മഹാരാജാവിൻ്റെ കാലടി. ഈ ചിത്രം കണ്ടില്ലേ? ആ മഹാരാജാവിൻ്റെ ഹൃദയമിടിപ്പ് സംഗീതമായി ഉണരുന്നത് ഇവിടെ നിന്നാണ്. കാതോർത്താൽ എനിക്ക് ആ ഹൃദയമിടിപ്പ് ഇപ്പോഴും കേൾക്കാം. റിതം ഓഫ് ലവിൻ്റെ ആരംഭം ആ ഹൃദയമിടിപ്പിൽ നിന്നുമാണ്. அவரை வச்சார்ல சாங் அப்போ சேம் இதுவாக தெரியல. பேர் காமிக்கலாம்ல. കരയാതിരിക്കും മേരി. എന്ത് വിഡ്ഢിത്തമാണ് നീ കാണിക്കുന്നത്? സമാധാനത്തോടെ മരിച്ചുപോയവരെ ഇങ്ങനെ കുലുക്കി കുലുക്കി ഉണർത്തുന്നത് ശരിയാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. அது ப்ளே பண்ணும். அவர் காலேஜ் டைம் அவர் தான் அவங்களுக்கு தான் தெரியல. ஒருவேளை அந்த லேடியா இவங்க மாத்திட்டாங்க ஸ்கிரிப்ட். ജയപ്രദാ അതാണ് അണിയാ. ഞാനെടുത്ത സംഭാഷണം മാറ്റി ഇവിടെ ഇങ്ങനെ തുള്ളിക്കളിയാക്കാൻ അച്ഛനോട് ആരാ പറഞ്ഞത്? സംഭാഷണം വേണ്ട സമയത്ത് സംഭാഷിച്ച പോരെ അച്ചു. ഇതൊരു സംഗീത ശില്പമല്ലേ? സംഭാഷണത്തിനല്ലല്ലോ സംഗീതത്തിനല്ലേ പ്രാധാന്യം. അച്ഛൻ എഴുതിയ ഈ കഥ എന്താണ്? പണക്കാരനായ വലിയൊരു പ്രഭുവിന്റെ ഒരേ ഒരു മകളാണ് മേരി. അവൾ അന്യനാട്ടിൽ നിന്നും വന്ന നിഖിൽ മഹേശ്വർ എന്ന വലിയൊരു സംഗീതജ്ഞനെ ജീവനു തുല്യം സ്നേഹിച്ചു. കല്യാണത്തിന് അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങാൻ സ്വന്തം നാട്ടിൽ പോയ നിഖിൽ മഹേശ്വർ പാട്ടുകൂത്തുമായിട്ട് അവിടെ തന്നെ കൂടി. അങ്ങേര് തിരിച്ചു വന്നില്ല. പടിപിടിച്ച മേരി പരമേശ്വരനെയും മഹേശ്വരനെയും കാത്തിരുന്ന് നരച്ചു. തന്തപ്രഭു ബാഡിയുടെ വെച്ചിട്ട് ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. അതല്ലേ അച്ഛന്റെ കഥ. മക്കളെ ഗെറ്റ് റെഡി. 1 2 3 സോങ്. നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സറിയാവുന്ന ഒരാളെയാണ്. അങ്ങനെ ഒരാളിപ്പോ എവിടെയുണ്ട്? നൃത്തം വെക്കാൻ ഇന്നലെയെങ്ങാണ്ട് കീ കൊടുത്തതാ. ഇപ്പോഴാ മൂപ്പത്തിയാരൊന്ന് ഇളകി കിട്ടിയത്. ഇതല്ലല്ലോ മൂപ്പത്തി സാധാരണ പാടാറ്. ഇന്നത്തെ മാറ്റി പാടുന്നത്. ചില ഡാൻസിംഗ് ഡോളിൽ 1 2 ട്യൂൺ ഉണ്ടാവും. ഓരോ നേരത്തെ ഓരോന്ന് പാടും. ഇതാദ്യമായിട്ടാ മൂപ്പത്തി സ്ഥിരം പാടുന്നത് വേറൊന്നാ. I know this music. Black memories. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കലാതിലകം കിട്ടിയില്ലേ? ഫൈനൽ റൗണ്ടിൽ ഇതായിരുന്നു എൻ്റെ ഡാൻസിന്റെ തീം. അയാളുടെ പേരെന്തായിരുന്നു? നാമന്റെ തുമ്പിൽ എങ്ങനെ വരുന്നുണ്ട്? വിശാൽ കൃഷ്ണമൂർത്തി. യെസ്. എന്റെ കൃഷ്ണൻ അവൻ അസലായിട്ട് പാടും, അതിലും അസലായിട്ട് തല്ലും. അവനില്ലാത്ത ഒരു പ്രോഗ്രാം കോളേജിൽ ഉണ്ടായിരുന്നില്ല. ദാ അവന്റെ ഫോട്ടോ നോക്കേ. தளபதி இப்போ இதெல்லாம் இந்த ஆளுகிட்ட ஒண்ணு சொல்ல முடியாது. அவரும் உங்க லாரியோட அந்த கவுண்டர் கொண்டு போயாச்சு. கால் வரைக்கும் உயிரோட இருக்க மாட்டான். என்னடா ஸ்பதிகம் ரெஃபரன்ஸா? വേണ്ട. അതെ, കിടന്നപ്പോഴാണ് എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയത്. അതിന്റെ കാര്യങ്ങളും പിടിച്ച് പുറത്തേക്ക് വന്നപ്പോ ഈ കഷണ്ടി തലയും മുണ്ടിട്ട് എന്നെ പിടിച്ചു കളഞ്ഞു. അപ്പൊ നീ മൂത്രം ഒഴിച്ചില്ലേ? അയാൾ
നിന്നെ ഇടിച്ചോ? ഞാൻ ഒരുത്തനെ കടിച്ചു. അതപ്പോ അപ്പൊ വേറൊരുത്തന്നെ ഇടിച്ചു. അതോടെ എന്റെ ബോധം പോയി. അപ്പൊ കൗണ്ടർ ഫോൺ എടുത്ത് എന്റെ തന്നു. എന്നിട്ട് വെളുപ്പിന് 4 മണിക്ക് മുമ്പ് എന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞു. ഇനി കുറച്ച് സമയം കൂടി ഉള്ളല്ലേ? ഈ 9 മാസ വട്ടിപ്പണം മനഃപൂർവ്വം തരാത്തതല്ല കൗണ്ടറെ. ബിസിനസ് മുഴുവൻ പൊളിഞ്ഞ് പോലീസായിരിക്കാം. ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ജീവിച്ചാൽ മതി. എന്നാ എന്റെ പണം പോവാല്ലേ? என்னடா அண்ணாச்சி வேற லெவல். ஒரே எழுத்து வச்சுக்கிறாங்க. നിന്റെ പണം ഞാൻ തരും. അതിനെനിക്ക് ലോറി വേണം. എന്റെ കാര്യങ്ങൾ നീ ഇത്താക്ക് വേണം. ഇതിനെ രണ്ടിനെ നീ പിടിച്ചോണ്ട് പോയാൽ ഞാൻ എങ്ങനെയാ പുല്ല നിന്റെ പണം തരുന്നത്? ഇതെവിടെ നിന്ന് കിട്ടി ഇത്രയും പണം? പണം അല്ലടാ കൊരങ്ങ. കൗണ്ടർക്ക് ബുദ്ധിയുണ്ട്. താഴെ ഇട്ട് പൊട്ടിച്ചില്ല. ലോറി എടുക്കടാ ലോറി. ലോറി അല്ല. അച്ഛനാ? എന്റെ അച്ഛൻ മരിച്ചിട്ട് 28 വർഷമായി. അച്ഛനല്ല, മൂർത്തിക്കുഞ്ഞിന്റെ പഴയ പ്രിൻസിപ്പൽ അച്ഛൻ. തിരക്കി ഞാൻ വീട് വരെ ചെന്നു. അമ്മ എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്തായി? 3-4 പ്രാവശ്യം വായിച്ചല്ലോ. എന്ത് തീരുമാനിച്ചു? ഇതവരുടെ പ്രോഗ്രാമിന്റെ കഥയാണ്. ഇതൊന്നും ശരിയാവില്ല. ഞാൻ പോകുന്നില്ല. കുറച്ച് ദിവസം എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് ഇന്നലെയും കൂടി പറഞ്ഞതല്ലേ? അതിനൊരു സ്ഥലം കിട്ടിയില്ലേ? പൊയ്ക്കൂടെ? സ്വസ്ഥത കിട്ടാൻ അവിടെ പോയ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ഇപ്പോഴത്തെ സ്വസ്ഥത പോകും. എനിക്ക് ആ കോളേജിനോട് വെറുപ്പായിത്താൻ. ഞാനൊരു കാര്യം പറയട്ടെ. മൂർത്തിക്കുഞ്ഞിന് ദൈവം തന്നത് സംഗീതമാണ്. കണ്ടോ, അത് വീണ്ടും തുടങ്ങാൻ ആ പ്രിൻസിപ്പൽ അച്ഛൻ വിളിക്കുന്നു. പോകാതിരിക്കുന്നത് ശരിയല്ല. തുടങ്ങി ടെലിഫോൺ യക്ഷി. കടം തീരൂലെന്ന് മാത്രമല്ല, അവൾ ഇടിച്ചിടിച്ച് ആ ജനലിൽ அந்த பியர்ட் லுக் இருக்கும் அந்த படம் உள்ள பியர்ட் லுக். വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടുകൂടി ഇവിടെ പല അതിശയങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ഡാൻസ് സെറ്റിന് പരിക്ക് പറ്റിയപ്പോൾ ഈ പ്രോഗ്രാം വേണ്ട എന്ന് പറഞ്ഞ അതേ മാഡം തന്നെ ഇന്നലെ എന്നെ വിളിച്ച് മറ്റൊരു കാര്യം പറഞ്ഞു. 16 വർഷത്തോളം മാഡം ഇവിടെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അവർക്ക് സംഗീതത്തിലും സാഹിത്യത്തിലും ഡോക്ടറേറ്റ് ഉണ്ട്. സ്കോളർഷിപ്പ് തരുന്നത് ഞാനല്ല മക്കളെ. എന്നെ തൊഴുതു പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് അതൊക്കെ വാങ്ങിക്കേ. പിറകിലേക്ക് നോക്കൂ മകനെ. എന്ത് പിശുകായി, എത്ര ദിവസമായി കാത്തിരിക്കുന്നു. അമേരിക്ക എന്നോ അതോ നമ്മൾ ആഗ്രഹിച്ചു. ഇദ്ദേഹം നമുക്ക് വേണ്ടി വന്നു. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവനേക്കാൾ വലിയൊരാൾ തൽക്കാലം എന്റെ കയ്യിലില്ല. നിങ്ങൾക്ക് എന്നെ വിശാൽ എന്നോ മൂർത്തി എന്നോ വിളിക്കാം. ഇതെന്റെ കോളേജാണ്. എന്നെ അറിയാത്ത ഒന്നും ഇവിടെ എങ്ങുമില്ല. ഇവിടെ നിന്നാൽ എനിക്ക് എൻ്റെ പഴയ ശബ്ദം കേൾക്കാം. കണ്ണടച്ചാൽ എൻ്റെ സുഹൃത്തുക്കളെ കാണാം. ആരുടെ പ്രേരണ കൊണ്ടാണ് നിങ്ങൾ എന്നെ ക്ഷണിച്ചത് എന്ന് എനിക്കറിയില്ല. അതാരായാലും അവരോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയണം. ரிதம் யோசிக்கிறாரா? மியூசிக் மாறுதுடா. மியூசிக் வந்து ஆல்ரெடி ஏதோ ரெக்கார்ட் ஆயிருக்கு அந்த இதுல டேப்ல. அந்த டால் மார்ச் வந்து சோத்தியா அந்த மாதிரி இல்லையா ஆகுதுன்னு நினைக்கிறேன். அந்த இது மேடம் தான் நினைக்கிறேன். ആരാത് വായിക്കുന്നത്? வெளியே தான் கேக்குது. மிக்சிங் வேற லெவலில் பண்ணிடுவாங்க. அந்த லுக்கும் நல்லா இருந்துச்சுடா. புதுக்கம்ல இது முன்னாடி ஒரு பிரிட் லுக். മൂക്കിലേടാ കൈ വെപ്പാங்க. ടേപ്പ് വെട്ടിട്ടുണ്ട്. കുട്ടിയേതാ? സർ, ഞാൻ സ്നേഹ. അല്ലേ? അവൾ സംഗീതം അറിവുള്ളവളാണ്. അത്രയും അറിവുള്ള മേരി സാധാരണക്കാരനായ നിഖിൽ മഹേശ്വരനെ പ്രണയിക്കണമെങ്കിൽ അവനിൽ അസാധാരണമായ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ പോയിട്ട് ഇത്ര വർഷമായിട്ടും തിരിച്ചു വരാത്ത നിഖിൽ മഹേശ്വരനെ മേരി ഇനി കാത്തിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ സ്നേഹത്തിനും
അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്. ഏതാണ്ട് ഇതുപോലെ. ഇത് സാർ കമ്പോസ് ചെയ്താണോ? ഞാനല്ല, നിഖിൽ മഹേശ്വർ. അങ്ങനെ ചിന്തിക്ക്, എന്നിട്ട് കണ്ണടച്ച് കേക്ക്. ஓஹோ, இவர் தானே கம்போஸ் பண்ண ரூமா லவ் வந்துடும் போல. என்ன அது இது அந்த மாதிரிதான் வீடு. വണ്ടർഫുൾ കോമ്പോസിഷൻ. ഞാൻ സാറിന്റെ ബ്ലാക്ക് മെമ്മറീസ് കേട്ടിട്ടുണ്ട്. അതിനകത്തും ഈ മെലഡിയുടെ ഒരു ചായ ഉള്ളതുപോലെ തോന്നുന്നു. അസലായിട്ടുണ്ട് മോനെ. ഇപ്പോഴാണ് ഈ പ്രോഗ്രാമിനൊരു ജീവൻ വെച്ചത്. ഇനി ഒന്നും നോക്കാനില്ല, നീ അടിച്ചു പൊളിക്ക്. ஆனால் விஷுவல் வைஸ் பாருங்க, லைட்டிங்லாம் நல்லா யூஸ் பண்ணிடுறாங்க. ഞാൻ മേരിക്ക് യോജിച്ചവനല്ല. എനിക്ക് മേരിയെ സ്നേഹിക്കാനേ കഴിയൂ, ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല. നിഖിൽ മഹേശ്വരന്റെ കാമുകി മേരിയല്ല. അവളെ ഇങ്ങനെ മേരി മേരി എന്ന് വിളിച്ച് കഷ്ടപ്പെടണ്ട. മേരി എന്നാണ് ഫാദർ എഴുതി വെച്ചത്. അതെ, മേരി എന്നാണ് ഞാൻ എഴുതിയത്. മേരി നല്ല പേരല്ലേ? മേരി നല്ല പേരാണ്. പക്ഷെ നിഖിൽ മഹേശ്വരനെ സ്നേഹിച്ചത് മേരിയല്ല. പിന്നെ ആര്? ആ പേര് മാറ്റണം. ഞാനിപ്പോ പറയാം. We must give her another name. Yes, Alina. Call her Alina. മേരി നല്ല പേരല്ലേ? ആ പേര് മാറ്റണം മോനെ. മാറ്റണം. കുറെ നേരമായി ഞാൻ മേരി മേരി എന്ന് കേൾക്കുന്നു. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. മേരി പോട്ടെ, അലീന മതി. പൊയ്ക്കോട്ടെ, അലീന വന്നോട്ടെ, പ്രോഗ്രാം നന്നാവട്ടെ. ഓക്കേ, കം ഓൺ. മേരി, ഈ ആഹ്ലാദം അവൾ മേരി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അലീന. Call her അലീന. അലീന ജഗ്രി. മനസ്സിന്റെ വിശുദ്ധി മരണം വരെ കാത്തു സൂക്ഷിക്കുന്നവളാണ് അലീന. അവളെ പേരെടുത്ത് വിളിക്കുന്നതിൽ പോലും ഒരു ബഹുമാനം വേണം. ഈ സംഭാഷണം ഇങ്ങനെയല്ല പറയേണ്ടത്. ഇങ്ങനെ പറയൂ. അലീന. പറയൂ, അലീന. എന്നെ ഈ വേഷം കെട്ടിച്ച് നിർത്തിയിട്ട് ഇയാളെന്താ ഇവളുടെ കൈ പിടിച്ച് മുത്തുന്നേ? എനിക്ക് ഇഷ്ടമുള്ളത്ര മുത്തും. വേണ്ട മോനെ, പ്ലീസ്. എന്നെ അവൻ അറിയില്ല. ഒരു പിടുത്തം പിടിച്ചാൽ 4 കഷ്ടാവും. എന്നെ പിടിക്കരുത്. ഇവനാരെ എന്നെ തള്ളിയിടാൻ? ജീവിതം എന്താ, നാടകം എന്താന്ന് അറിയാത്ത ഇവനെയൊക്കെ വെച്ച് ഇതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. എന്നെ വിട്. இல்லை ஏதோ பேய் பிடிச்சாடா இருக்கு. ഡിഫറൻസ്. നിന്റെ ആ സംഭാഷണം കൊള്ളാം. അനി, അത് റെക്കോർഡ് ആക്കണം. അത് എഴുതിയെടുത്തോ, കളയണ്ട. ഓ, എന്താ ഇത് മോനെ? ഈ മനോജിന് എന്ത് പറ്റി? ഇവന് ഭ്രാന്തായോ? புறா வச்சே ஆகணும்டா. புறா தான் இது வேலை பண்ணுது. ബാങ്ക് നമുക്ക് പുതിയ ലോൺ പാസ്സാക്കി. ചെക്ക് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ ഒപ്പിട്ട് തരണം. പിന്നെ 2 പുതിയ ബയേഴ്സ് വന്നിട്ടുണ്ട്. മന പൊളിച്ചപ്പോൾ വിൽക്കാൻ കഴിയാതെ വെച്ച പല പഴയ ഉരുപ്പടികൾക്കും ഇപ്പം ആവശ്യക്കാർ വന്നിട്ടുണ്ട്. അതങ്ങ് കൊടുത്തേക്കല്ലേ? എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നുമില്ല. ഒരു അലീനയും നിഖിൽ മഹേശ്വരും മാത്രമേ. അതാര് അലീന? നിഖിൽ മഹേശ്വരന്റെ കാമുകി. അതാര് നിഖിൽ മഹേശ്വർ? അലീനയുടെ കാമുകി. ബെസ്റ്റ്. ഏതായാലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല, എനിക്കും സന്തോഷമുണ്ട്. അലീന, ഞാൻ തിരിച്ചു വരും. നിന്റെ കാത്തിരിപ്പിന്റെ ഏതോ ഒരു മുഹൂർത്തത്തിൽ എന്റെ കാലടി വെച്ച ഇത്താക്കെ മര്യാദ കിടന്ന് എന്റെ വാങ്ങിക്കരുത്. ആ, கையெல்லாம் தொல்லியதா அவரு? ரைட்டு. அதெல்லாம் ஸ்டார்டிங்கில் பென்சில் எழுதினாரா, ரைட்டில் எழுதினாரு, அதுக்கப்புறம் லெஃப்டில் எழுதினாரு. பேயோட பேர் அலீனா. பேயோட பேர் அலீனா. அப்படியா? രാത്രി നേരത്തെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആര് വന്ന് കൈതട്ടാനാ? ഇത് വളരെ സിമ്പിൾ ആണ് അച്ചോ. ഒരു കുഴപ്പമുണ്ട്. സംഗീതം വിഷയമാക്കി എന്ത് ചെയ്യുമ്പോഴും താൻ സകലതും മറക്കുന്നു. മനസ്സു കേന്ദ്രീകരിച്ചൊരു വാക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എഴുതിയ വാക്കുകളേക്കാൾ മുൻപേ സഞ്ചരിക്കും. ഇനി എഴുതാനുള്ള വാക്കുകൾ മുൻകൂട്ടി കാണുമ്പോൾ അതിലേക്ക് എത്താനുള്ള ആവേശത്തിൽ മനസ്സ് നമ്മുടെ കൈ പിടിച്ച് ഇങ്ങനെ മുമ്പോട്ട് തള്ളും. വിശാലിന്റെ കൈ തട്ടിയത് മറ്റാരുമല്ല, വിശാലിന്റെ മനസ്സ് തന്നെയാണ്.
ആ വാതിലടച്ചത് ആരുടെ മനസ്സാണ്? അങ്ങനെ ചോദിക്കൂ. അത് വെറും കാറ്റ്, അതായത് വിൻഡ്. ഇന്നിപ്പോ രാവിലെ എന്റെ കുളിമുറിയിലെ ഞാൻ കുളിക്കാൻ കയറിയപ്പോ വാതിലകത്ത് നിന്ന് അടച്ചതാ. എന്നിട്ട് ഇപ്പൊ ഇതാന്ന് പറഞ്ഞ് തുറന്നില്ലേ? ഇല്ല, മുൻവശത്തെ വാതിൽ അടച്ചിരുന്നു. ഓ ജീസസ്. ഇന്നലെ രാത്രിയില്, അതായത് നൈറ്റില് എന്താണ് സംഭവിച്ചത്? ഒരു ബൾബ് കത്തുമ്പോ മറ്റവൻ കിടും, അവൻ കത്തുമ്പോ ഇവള് കിടും. മുഴുവൻ ലൂസ് കോണ്ടാക്ട് ആയിരുന്നു. സകലതും ഞാൻ ശരിയാക്കി. ഇനി അടിക്കപ്പല്ലോ ഒന്നരാടാ സ്വിച്ച് ഇടാതെ കത്തില്ല. മതി അച്ഛോ, 3-4 ദിവസത്തേക്ക് റിഹേഴ്സൽ ഉണ്ടാവില്ലെന്ന് കുട്ടികളോട് പറയണം. വീട്ടിൽ പോകേണ്ടവർ പൊയ്ക്കോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. ஆரம்பத்துலேருந்து இந்த கம்பெனியில் புறா இந்த ஜன்னல் ஃபாஸ்ட் கம்ப்ரஸர்ட்டு கதை போகணுமா? இல்லை இவர் அப்படி போயிட்டு வராரா? இல்லைன்னு தான் வருது மியூசிக். ஓ, காற்றுலேயே மியூசிக் பார்த்தது. நைட் எடுத்த மியூசிக் மாதிரி நைட் ஆனால் எல்லாத்துக்கும் அது வந்து வாசிக்கிறாங்களா கீபோர்டு? அது ஆனால் த்ரெட்டு கட்டிட்டு போடுறாங்க. அதான்டா ஓ கீபோர்டு. പരമേശ്വരൻ, അത് കേൾക്കുന്നില്ലേ? അതാരാ ഈ രാത്രി ചാപ്പലിൽ നിന്നത് വായിക്കുന്നത്? എനിക്കതാരാണെന്ന് അറിയണം. പരമേശ്വരൻ വരൂ, നമുക്കത് പോയി നോക്കാം. വേണ്ട മാഡം, രാത്രിയാണ്. ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. നമുക്ക് നാളെ രാവിലെ പോയി അന്വേഷിക്കാം. കഴിഞ്ഞു, അത് പോയി. അങ്ങനെയല്ല മാഡം, പ്ലീസ് മാഡം ഇത് ഇഷ്യൂ ആക്കരുത്. അദ്ദേഹം കുഴപ്പക്കാരനല്ല. മാഡം, ഞങ്ങൾ ഇദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയതാണ്. എനിക്കറിയാവിനെ. ഒരിക്കൽ ഇവനെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കിയതാണ്. വീണ്ടും ഇതിനകത്ത് ഇവനെ കയറ്റാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? ആരാ നിങ്ങൾക്ക് അതിന് സമ്മതം തന്നത്? ഇവന് കയറിയിരുന്ന് പാടാനുള്ളതല്ല ഇത്. അതിനല്ല ഞാനിതിവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. മോനെ കൃഷ്ണ, ഫാദർ ഒന്ന് ചുമ്മാതിരി. ഈ പെണ്ണും പിള്ള എന്നെ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? ഇവർക്കിനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാവുന്നതിന്റെ പരമാവധി ഇവർ ചെയ്തു കഴിഞ്ഞു. ഇറക്കി വിടുന്നുണ്ട് അവനെ. അത് പണ്ട് 8 വർഷം മുൻപ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മാപ്പ് എഴുതി തന്നില്ലേ? ഈ കാലിൽ നമസ്കരിച്ചില്ലേ? പരീക്ഷയെങ്കിലും എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞ് കെഞ്ചിയില്ലേ? ഇനി ഇതാരെങ്കിലും തൊടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഞാനേ ഇത് വായിക്കൂ. മാഡം ആഞ്ചലിന ഇഗ്നീഷ്യസ്, നിങ്ങൾ എന്നോട് കാണിച്ച തെറ്റിന് മാപ്പ് തരാൻ എന്നെ ഉപദേശിച്ചൊരമ്മ എനിക്കുണ്ട്. വാശി കാണിച്ച് പണ്ടത്തെ പോലെ എന്നെ പുറത്താക്കാൻ ആളെ വിടാനുള്ള വല്ല ചിന്തയുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാനും മറക്കും. ஆல்ரெடி இது ஒரு பண்ணியிருந்தாலும் தான் அவங்க அனுப்பிச்சிருக்கிறாங்க காலேஜ் விட்டு. ഞാനല്ല ഫാദർ വായിച്ചത്. പിന്നെ ആരാ വായിച്ചത്? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഫാദർ ഒന്ന് ചുമ്മാതിരി. ആരായിരുന്നു അച്ഛോ അച്ഛൻ്റെ ആ മേരി? ഏത് മേരി? അച്ഛൻ എഴുതിയ കഥയിലെ നായികയ്ക്ക് ആദ്യം அது இவங்க கதை தான் போல இருக்குல்ல. ആ മേരി. അതങ്ങനെ ആരെയും ഉദ്ദേശിച്ചിട്ട് പേരല്ല. കുട്ടികൾക്കൊരു പ്രോഗ്രാം വേണം. 2-3 എണ്ണം കുട്ടികൾ തന്നെ എഴുതി. അതൊന്നും അത്ര നന്നായിട്ട് തോന്നിയില്ല. കുറെ കാലമായി മനസ്സിലൊരു കഥയും കൊണ്ട് നടക്കുന്നു. അത് കുട്ടികളോട് പറഞ്ഞപ്പോ അവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഈശ്വരൻ നിറച്ചു വെച്ച മഹാസാഗരം പോലെ എനിക്ക് ചുറ്റും പ്രണയമിതാ ശാന്തമായി ഒഴുകുന്നു. അതിൽ ദിക്കറിയാതെ എന്റെ ഹൃദയം എവിടേക്കോ ഒഴുകുകയാണ്. ആ ഒഴുക്ക് അത്ര ശരിയല്ലാത്തൊരു ഒഴുക്കാണല്ലോ അച്ഛോ. മാഡത്തിന് எனக்கு தெரிஞ்சு இவருக்கு அலினா நேம் வந்துச்சுல, அந்த மாதிரி தான் அவருக்கும் அது தோணி. അച്ഛൻ്റെ കാര്യമല്ല ചോദിച്ചത്. അവർക്ക് മറ്റാരെങ്കിലും സ്നേഹിച്ചൂടെ? ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മാഡത്തിന് എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയാമോ? ഒരു കാമുകൻ ഇത്രയ്ക്കും വലിയ സമ്മാനം കൊടുക്കൂ? അതിലും വലിയ സമ്മാനം കൊടുക്കുന്ന കാമുകന്മാരുണ്ട് അച്ഛോ. അച്ഛൻ കാര്യം പറ. അന്നത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്ന ആരെങ്കിലും അച്ഛൻ്റെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആ, ഒരച്ഛനുണ്ട്, ഫാദർ സ്റ്റേബ. മാഡം കുഞ്ഞായിരുന്നപ്പോ അങ്ങേരായിരുന്നു ഇവിടുത്തെ സിംഹം. അവൻ വെളുപ്പാൻ നേരമായി എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു വിട്ട ആളാ. പ്രിൻസിപ്പാൾ അച്ഛൻ എഴുതിയതെല്ലാം ഞാൻ വായിച്ചു കേട്ടു. ആ സംഗീതോപകരണം അലീന മോക്ക് അവളുടെ പപ്പ
അപ്പ പണ്ടെങ്ങാണ്ടോ കൊടുത്തതാ. അലീന മോൾക്കോ? ആരാണ് അലീന? മാഡത്തിൻ്റെ പേര് ആഞ്ചലീന എന്നല്ലേ ഫാദർ? അവക്ക് പള്ളിയിലിട്ട പേരാണ് അലീന. അലീന എന്നുള്ള പേര് ആർക്കും അറിയില്ല. ஏதோ ஆயிருக்கடா இவருக்கு. പഴയ കാലത്തെങ്ങാണ്ട് കൈമാറി കിട്ടിയ 7 bells എന്നാണ് അതിനെ ഞങ്ങൾ വിളിച്ചത്. അത് വായിക്കാൻ വടക്കുന്ന് ഒരാൾ വന്നു. അവളും ഇഷ്ടത്തിലായിരുന്നു. അയാളുടെ പേരെന്താ? അച്ഛനത് ഓർമ്മയുണ്ടോ? പുസ്തകങ്ങൾ ലേബറിൽ കാണും. മാഡത്തെ അദ്ദേഹം വിവാഹം കഴിച്ചില്ലേ? അതിനു മുമ്പേ മഹേശ്വരൻ പോയി കളഞ്ഞു. ആര് ഫാദർ? சொல்லிட்டாரா? താലികെട്ടിന് സമ്മതം വാങ്ങാൻ പോയവൻ തിരിച്ചു വന്നില്ല. കുട്ടി ഇപ്പോഴും കാത്തിരിക്കുക. അയാളുടെ പേരെന്താ ഫാദർ? എപ്പോഴാണ് അയാൾ പോയത്? പിന്നെ ഇതുവരെ വന്നിട്ടേ ഇല്ല. അച്ഛനിപ്പോൾ എങ്ങനെയാ? കുറച്ചു നേരം എന്തെങ്കിലും ഓർത്ത് പറഞ്ഞാൽ പിന്നെ അതായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ. പിന്നെ കുറേ നേരത്തേക്ക് ഒന്നും സംസാരിക്കില്ല. அப்போ ஸ்டோரி வழியாக பேய் ஏதோ சொல்ல வருது. எல்லார் மைண்ட்லேயும் வர வச்சுது ப்ரோ ஸ்டோரி. மகேஷ்வர் தான் சொன்னார் அவரு. ഇവർക്ക് അലീന തോന്നുന്ന மாதிரி അവർക്ക് നിഖിൽ മകേഷൻ തോന്നുന്നു. ഞാനവിടെ തന്നെ ഇരിക്കാം. ഇതെന്താ ഇപ്പോൾ ഒരു മണിയടി? അറിഞ്ഞില്ലേ, കോളേജിൽ പഴയൊരു പ്രിൻസിപ്പൽ അച്ഛൻ ഉണ്ടായിരുന്നു, ഫാദർ സ്തേവ. അദ്ദേഹം കുറച്ചു മുൻപ് മരിച്ചു. ചുച്ചു സ്തേവ അച്ഛൻ പറഞ്ഞ പുസ്തകങ്ങളിലൊന്നും ഇതാണ്. വേറെ ഉണ്ടാവും. ഇതാ ചാപ്പലിൽ മാഡം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 7 മാഡം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവരിങ്ങനൊരാളെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാനും അറിയുന്നത് ഇപ്പോഴാണ്. സ്നേഹിച്ചിരുന്നു. ഒരുതരം ഡീപ് പാഷൻ. ആ സംഗീത ഉപകരണം വായിക്കാൻ അറിയാവുന്ന ഒരാളെ മാഡത്തിൻ്റെ പപ്പ വില്യം ഇഗ്നീഷ്യസ് ആഗ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരുന്നു. ഇഷ്ടമില്ലാതിരുന്നിട്ടും വില്യം ഇഗ്നീഷ്യസ് അവരുടെ വിവാഹം തീരുമാനിച്ചു. പക്ഷെ ആ വിവാഹം നടന്നില്ല. കണ്ടോ മഹേശ്വരൻ്റെ അന്നത്തെ കൈയക്ഷരം? ഏതോ സംഗീതത്തിലെ നൊട്ടേഷനുകൾ എഴുതിയതാണ്. ഫാദർക്കറിയാം, വിവാഹത്തിന് അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങാൻ പോയ മഹേശ്വർ പിന്നെ തിരിച്ചു വന്നില്ലെന്ന് സ്തേവാച്ചൻ എന്നോട് പറഞ്ഞു. അയാൾ തിരിച്ചു വരുമെന്ന് മാഡം ഉറച്ചു വിശ്വസിച്ചു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭീതി തോന്നും. അപ്പോൾ സ്തേവാച്ചനടുത്തേക്ക് ഓടിച്ചെല്ലും. മഹേശ്വർ വരുമോ എന്ന് ചോദിക്കും. അയാൾ തിരിച്ചു വരുമെന്ന് സ്തേവാച്ചൻ മറുപടിയും. സത്യം പറഞ്ഞാൽ സ്വന്തമെന്ന് പറയാൻ മാഡത്തിന് ഇപ്പോൾ ആരുമില്ല. അവർ തനിച്ചാണ്. അയാൾ എന്താ വരാഞ്ഞത്? അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്നുകിൽ അയാൾ വല്ല അപകടത്തിലും പെട്ടിരിക്കും, അല്ലെങ്കിൽ ആഗ്രയിൽ തന്നെ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടാവും. ഇതെനിക്കൊന്ന് അതിൽ വായിക്കണം. മാഡം കേട്ടെ. അപ്പോ നീയാണ് ഇതിനു മുമ്പ് അത് വായിച്ചതല്ലേ? ഇതുവരെ അത് വായിച്ചത് ഞാനല്ല. പക്ഷെ ഇനി ഇത് വായിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അത് പിടിക്കേ. அதை பிடிக்கணும் போல ஸ்னேகாவை ஊந்துடும் போல. ശബ്ദം കേട്ട് മാഡം വന്നാൽ പ്രശ്നമാവും. ഈ പണി നമുക്ക് വേണോ? ഇപ്പോഴേ പ്രശ്നത്തില്ല, ഇനി എന്ത് പ്രശ്നം? നീ സൂക്ഷിച്ചു വായിക്കേ. കേട്ടിട്ട് മാഡം വന്നാലും എന്നെ കാണണ്ട. ഞാനൊന്ന് മാറി നിൽക്കാം. அந்த டியூன் அவர் தான் எழுதிக்கிறார் போல, மகேஷ்வர் தான். ഈ കോമ്പോസിഷനാണ് ഞാൻ കേട്ടത്. എന്താ സാർ? നമുക്കൊരു സ്ഥലം വരെ പോകണം. കണ്ണെത്തില്ല. തനിക്കത്തെ കണ്ണിട്ടൂടെ? ഗേറ്റ് എടുത്തിട്ടാണില്ലേ? തന്നോടാണ് ഇത് അടച്ചിടാൻ പറഞ്ഞ? ഇത്രയും വലിയ ഗേറ്റല്ലേ ഇത് തുറന്നിട്ടൂടെ? ഇങ്ങനെ ഒരു മുറിവ് പറ്റുന്ന തന്റെ ബഹളം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഇനി അതിനെ നോക്കി പേടിപ്പിച്ച് വലുതാക്കണ്ട. ഒരു സൈക്കിളിൽ നിന്ന് വീഴാൻ പോലെ അറിഞ്ഞൂടാ. എന്തോ നീയാള് ഈ സാറിനോട് മാഡം ചെല്ലാൻ പറയണ്ടായി. മാഡം വിളിക്കും, വിശാലിനെ വിളിച്ചേ പറ്റൂ. ഞാൻ ഈ മുറിവ് ഊരി തണുപ്പിച്ച് വിടേക്ക്. ഞാൻ കൈയും കെട്ടി നോക്കിയാ കൊച്ചിന് മരുന്ന് വെച്ചോട് കൽപ്പിക്കാനും എന്റെ ജോലിക്കാരെ ശാസിക്കാനും നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ കാണണ്ട.
നിങ്ങളോട് എനിക്കൊന്ന് ഇവൻ കളർ കൊണ്ട് മാറുത്. നിങ്ങൾ പുറത്തു പോണം. പക്ഷെ എനിക്ക് സംസാരിക്കണമല്ലോ. അത് പറയാതെ പോയാൽ സ്തേവ അച്ഛൻ എന്നെ വഴക്ക് പറയും. മാഡം ആഞ്ചലിന ഇഗ്നേഷ്യസ് ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അറിയാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ആരാണെന്നും എന്നെ എന്തിനായിരുന്നു ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നും നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. ചാപ്പലിനകത്ത് ആ സംഗീത ഉപകരണം തുടച്ചു വെച്ച് ഈ കാലം മുഴുവൻ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാനത് വായിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നിങ്ങൾ എന്നെ പുറത്താക്കി. അന്നും ഇതായിപ്പോഴും ഞാനല്ല അത് വായിച്ചത്. എനിക്കത് നേരാവണ്ണം വായിക്കാൻ അറിയില്ലെന്ന് എൻ്റെ കൂടെ വന്ന് സ്നേഹിക്കും അറിയാം. കള്ളം പറയുന്നോ? നിങ്ങൾ അത് വായിച്ചത് കേട്ടില്ലേ? അതിൽ കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? മതി, മാഡം കണ്ടു, ഞാനിരുന്നു, രണ്ട് ശരിയാണ്. എന്നാ നിങ്ങൾ കേട്ടത് ഇതല്ലേ? ഇത് ഞാൻ എഴുതിയതാണോ? ഇതെങ്ങനെ ഇവിടുന്ന് നിങ്ങളുടെ കയ്യിൽ? ഇതാരുടേതാണെന്ന് എനിക്കറിയാം. ഈ സംഗീതമല്ലേ നിങ്ങൾ കേൾക്കുന്നത്? എന്നെങ്കിലും ഒരിക്കൽ അയാൾ വന്ന് ചാപ്പലിനകത്ത് ആ സംഗീത ഉപകരണം വായിക്കുന്നത് കേൾക്കാനല്ലേ നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത്? പ്രിൻസിപ്പൽ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ വീണ്ടും വന്നത്. അല്ലാതെ നിങ്ങളോട് പക വീട്ടാനൊന്നുമല്ല. ഫാദർ എഴുതിയ ഒരു കഥ അവരുടെ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ഏറ്റെടുത്തപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, എന്നിലൂടെ അത് മാറാൻ തുടങ്ങി. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നെനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കുന്നു. ഫാദർ എഴുതിയ കഥയിലെ നായിക തിരിച്ചു വരാത്ത കാമുകനെ കാത്തിരിക്കുന്ന ഒരു കാമുകിയാണ്. മേരി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. തുടക്കം അവിടെ നിന്നുമായിരുന്നു. എങ്ങനെയോ മേരിയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരു പേര് കിട്ടി. എന്ത് പേര്? അതാ സംഗീതത്തിലുണ്ട്. അലീന. എത്രയോ വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹ സമ്മതം വാങ്ങാൻ പിരിഞ്ഞുപോയ കാമുകൻ തിരിച്ചു വരാതെ തൻ്റെ കാമുകിയെ വിളിക്കുകയാണ്. എന്റെ മഹേശ്വർ ഇവിടെ വരും. ആ സപ്തസ്വരമണികൾ വായിക്കും. എന്നെ ഇത്രയും കാലം തനിച്ചാക്കിയതിന്റെ കാരണം എന്നോട് പറയും. എനിക്കത് കേൾക്കണം. അത് നിങ്ങളുടെ കഥ. അതിന് എന്നെ എന്തിനു കഷ്ടപ്പെടുത്തി? എന്റെ പഠിത്തം എന്തിനു നശിപ്പിച്ചു? എന്നെ എന്തിനു ഇവിടെ നിന്ന് പുറത്താക്കി? ഇപ്പോഴും പറയുന്നു, അന്നും ഇന്നും ഞാനല്ല അത് വായിച്ചത്, മറ്റാരോ ആണ്. മറ്റാരോ. അത് അയാളുടെ കൈയക്ഷരമല്ലേ? ആ സംഗീതമല്ലേ നിങ്ങൾ കേൾക്കാറ്? മറ്റാർക്കും അറിയാത്ത ആ സംഗീതം ഞാൻ എങ്ങനെയാ വായിക്കുന്നത്? ഇത് നിങ്ങൾക്കറിയില്ല. ദൈവമേ, ഞാൻ എന്റെ അങ്ങനെ ചിന്തിച്ചില്ല. മാപ്പ്, എനിക്ക് മാപ്പ് തരണം. നഷ്ടപ്പെടുത്തിയ ജീവിതം എങ്ങനെ തിരിച്ചു തരണമെന്ന് എനിക്കറിയില്ല. തെറ്റ് ചെയ്തു, ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു. എന്ത് പ്രായശ്ചിത്തവും ചെയ്യാം. ഞാൻ കാത്തിരിക്കുകയാണ് എന്റെ മഹേശ്വരന്. പക്ഷേ ഈ കൈയക്ഷരം മഹേശ്വരൻ്റെതല്ല, ഇത് ഞാൻ എഴുതിയതാണ്. മഹേശ്വർ പാടിത്തന്നു, ഞാൻ എഴുതിയെടുത്തു. അവിടെ മാത്രം നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി. ഇത് സ്നേഹത്തിന്റെ ഭാഷയാണ് മാഡം. ഇത് മറ്റുള്ളവർ വിശ്വസിക്കില്ല. എന്നും എവിടെയും സത്യം മാത്രമേ പറയാവൂ. എന്നാലേ ഇത്രയും വർഷമായി കാത്തിരിക്കുന്ന നിങ്ങളോട് എന്തുകൊണ്ട് തിരിച്ചു വന്നില്ലെന്നും പറയാൻ കഴിയൂ. அவருக்கு கண்ணு தெரியலன்னு சொல்லுவாங்க. வந்து இல்லை, அவருக்கு நல்லா பார்த்துருக்கான்னு சொல்லுவாங்க. அது இமேஜின் பண்ணிப்பாரு. മാഡം, കണ്ണു കാണാത്ത ഒരാളെ സ്നേഹിച്ച് ഇത്രയും കാലം കാത്തിരിക്കാൻ മാഡത്തിന് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ പറയുന്നത് സത്യമാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നല്ല മനസ്സ് വരുന്ന സമയത്ത് വിശ്വസിക്കുക. He was blind. Total darkness. ആ ഇരുട്ടിൽ ഈ മിന്നൽ പോലെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന പ്രകാശം. അത് മനസ്സിലാക്കിയതോടെ അവരോടുള്ള സകല ദേഷ്യവും ഇതാ ഈ മഴ പോലെ ഒരു പകയുമില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാൻ எல்லாமே முன்னாடி வந்தா பாருங்க, சிலது கரெக்டாக അവരുടെ சிலிக்கும் பண்ண முடியல. അത് നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ പോരെ?
മനോജിന്റെ മുഖത്ത് അവരോട് അരങ്ങിട്ടിയതുകാലം റിഹേഴ്സൽ നിർത്തിവെച്ചിരിക്കുന്നു. ഇന്നു മുതൽ നമ്മുടെ കഥയിലെ നായകനായ നിഖിൽ മഹേശ്വറിന് കാഴ്ചയില്ല. ഏത് ശക്തിയാണ് എന്നെ ഇതെല്ലാം തോന്നിപ്പിക്കുന്നത് എന്നെനിക്കറിയില്ല. എന്നാലും ഇന്നു മുതൽ ഞാൻ ആ ശക്തിയെ അനുസരിക്കാൻ പോവുകയാണ്. ഇവിടെ ഉണ്ടാവുന്ന സ്നേഹ പറഞ്ഞു கலர் மாறும் பத்தியா എന്നോട് ഷാർട്ട് മോഡൽ മാറിയാൻ തെല്ല. അതോ அந்த ഇപ്പോഴും பிரபுதேவா അതെല്ലാം മനസ്സിൽ பாட்டுல തന്നെ டான்ஸ் ஆடுறது ഈ പണവും പ്രതാപവും കണ്ട് മറ്റുള്ളവർ തരുന്ന ബഹുമാനമല്ല, അതിനെല്ലാം അപ്പുറം ബഹുമാനിക്കപ്പെടേണ്ട എന്തോന്ന് നിങ്ങളിലുണ്ട്. എന്താണത്? എത്ര ഭംഗിയായാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത്, അതും ഇത്രയും വർഷമായി തിരിച്ചു വരാത്തവരാണ്. പിന്നെ ഞാനതെങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞു, എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു, അത്ര എനിക്കറിയാം. ഞാനും മഹേശ്വറും ഒന്നിച്ച് കാണുവാൻ അവസാനം ஏன்னா ஃபாதர் அவங்க அப்பா அம்மா தான் லைட்டாக டவுட்டாகவே പ്രിൻസിപ്പൽ അച്ഛൻ എഴുതിയ കഥയും ഇത് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ കഥയൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു തമാശയ്ക്ക് കുട്ടികൾ തുടങ്ങി വെച്ച കഥ എൻ്റെ കഥയായി മാറിയെന്ന് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. എൻ്റെ കഥ മറ്റൊരാളിലൂടെ എനിക്കറിയണ്ട. അതെനിക്ക് ജീവിച്ചു തീർക്കാനുള്ളതാണ്. ഒന്നിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാലും ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനിവിടെ ഇല്ലേ? കുട്ടികളുടെ ആ പ്രോഗ്രാം തീർത്തു കൊടുക്കണം. അവർ നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നെന്ന് പ്രിൻസിപ്പൽ അച്ഛൻ എന്നോട് പറഞ്ഞു. കുട്ടികൾ മാത്രമല്ല, ഞാനും നിങ്ങളെപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മഹേശ്വറിന് കാഴ്ചയുണ്ടായിരുന്നില്ല. ഹി വാസ് ബ്ലൈൻഡ്. ഇതിലൂടെ കൈപിടിച്ച് അദ്ദേഹത്തെ ഞാൻ പലതവണ നടത്തിയിട്ടുണ്ട്. ഈ വെളിച്ചത്തിൽ അന്ന് അദ്ദേഹം എന്ത് കണ്ടുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോന്നിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് കാണുമ്പോഴുള്ള ആഹ്ലാദം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് ത്രസിക്കുന്നത് ഇതാ ഇവിടെ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. Still it's here. Touch me. You can feel it. Do you feel it? യെസ് യെസ്, എനിക്കത് കിട്ടുന്നുണ്ട്. മഹേശ്വർ എവിടേക്കാണ് എന്നെ വിട്ട് പോയി കളഞ്ഞത്? വളരെ കാലത്തിന് ശേഷം ഞാനിന്ന് മഹേശ്വറിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞു. ഇത് വായിക്കുന്നത് കേട്ടിട്ട് വന്നതാ. എന്താ നിർത്തിക്കളഞ്ഞത്? മാഡം ആഞ്ചലീന ഇഗ്നീഷ്യസിനെ കേൾപ്പിക്കാൻ വേണ്ടി വായിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരെ കുറിച്ച് തമാശയായി പോലും സംസാരിക്കരുത്. അവരാണോ അലീന? അവരാണ് അലീന. അവരെ കേൾപ്പിക്കാൻ വേണ്ടി ഞാനല്ല ഇത് വായിക്കുന്നത്. പിന്നെ പോയി കിടക്ക്. ഇല്ല, എനിക്ക് കേൾക്കണം. നിങ്ങളിത് വായിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ഞാനും അത് കേട്ടു. ചില രാത്രികളിൽ ഇതിങ്ങനെ തനിയെ വായിക്കുന്നത് ഞാനും കേൾക്കാറുണ്ട്. വെറുതെ എന്നെ പേടിപ്പിക്കുകയല്ലേ? അല്ല, സത്യമാണ്. നമ്മുടെ ഇത്രയും അടുത്ത് ഇവിടെ എവിടെയോ ആരോ ഉണ്ട്. இங்கே சத்தம் கேட்டாலும் வரமாட்டாங்க அவங்க. എനിക്കറിയില്ല. ഞാൻ പറയുന്നത് പേടിക്കാതെ കേൾക്കണം. നിന്നെ ഇരുത്തി സൈക്കിൾ കൊണ്ടുപോയി ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ അറിയാതെ ഇടിച്ചതല്ല. ആ സമയം ഞാൻ അങ്ങനെ ഒരു ഗേറ്റ് അവിടെ കണ്ടിട്ടേയില്ല. അതോ ഇതുവരെ തിരിച്ചു വരാത്ത അവരുടെ കാമുകൻ മഹേശ്വരാണോ? എനിക്കൊന്നും അറിയില്ല. ഒന്നെനിക്കുറപ്പാണ്, ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. യെസ്, somebody wants to say something to someone. ஐடியா புஷ்டாரு பேய்க்கு வந்து சொல்லிட்டு போல சிம்பாலிக்கா, இதுதான் நானும் பண்ண வரேன் அப்படின்னு சொல்லி லைட் வச்சு காட்டு. മനോജേ, இவரை சூஸ் பண்ணு. മനോജേ, എണീക്കടാ. എടാ എണീക്ക്. എല്ലാം കൈവിട്ടു പോയി. എന്താ? എടാ നിന്റെ മാമ്പഴയിൽ കൊത്തി വന്നേ. വന്നേ വന്നേ വന്നടാ. നീ മനസ്സിലിട്ട് കിടക്കണം നിന്റെ കരളിന്റെ കരള്. ആദ്യരാത്രിയും കഴിഞ്ഞ് ഹണിമൂണിന് പോണ കണ്ടാ. നമുക്കൊക്കെ പകല റിഹേഴ്സല്,
മൂപ്പത്തിക്ക് മാത്രം രാത്രിയിൽ അവിടെ ഒരു കെട്ടിപ്പടുത്തുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. അയാൾ ഡീസൻ്റെടാ. എടാ നീ വരുന്നോ? നമുക്ക് ആൾക്ക് ഇരുട്ടത്തൊന്ന് പൊട്ടിച്ചാലോ? ഇരുട്ടത്തിട്ട് ഒന്ന് പൊട്ടിച്ചാലേ ആള് വെളിച്ചത്തിട്ട് നമ്മൾ രണ്ടു പൊട്ടിക്കും. ആ പരിപാടിക്ക് ഞാനില്ല. അതോടെ നീ നേരത്തൊരു പട്ടി இதே வழி தானே ஃபஸ்ட்டு அந்த கேமரா ஓடிச்சு. എന്നതാടോ ആൾക്കാരെ പേടിപ്പിക്കാൻ രാത്രി ഓടിക്കളിക്കുന്നത്? எலக்ட்ரிஷியன் தான் அப்படியே ஃபாதரை ഒച്ച കേട്ടിട്ട് ഇത് സാധാരണ പട്ടികളാണെന്ന് തോന്നുന്നില്ല. ഇത് ക്രോസാ. എടോ ഇത് ജർമ്മൻ ബ്രിട്ടീഷ് ക്രോസ് ആടോ, അതായത് സങ്കരം. ചർച്ചിൽ பேசுவாங்க ഇതിനകത്ത് വന്നു പിടിച്ച് പുറത്താക്കി ഇതുവഴി നടക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. കട്ടിലിനടിയിൽ ഒരു വടിയുണ്ട്, അതെടുത്തോ. സ്റ്റോർ റൂമിൽ നിന്നും ചങ്ങല ഞാനും എടുത്തോളാം. തിലക് രാത്രി അഴിച്ചുവിട്ടാ പകല് തിരിച്ചു വരാതെ പലതും പല സ്ഥലത്ത് പോയി കിടക്കും. ഒരെണ്ണത്തിന് ഒഴിയാതെ എല്ലാത്തിനെയും മണത്ത് പിടിച്ച് ഞാൻ കൂട്ടിലാക്കും. ഞാനൊരു ഡാൻസർ മാത്രമല്ല, അത് പട്ടി തന്നെ. പതുക്കെ വരുന്ന പട്ടികളെ സൂക്ഷിക്കണം. അത് ചാടുന്നത് കഴുത്തിന്റെ നേർക്കായിരിക്കും. അപ്പോഴെന്താവും? നമ്മൾ ചത്തുവും. വിവരക്കേട് പറയരുത്. പട്ടി ചാടുമ്പോൾ ഇരുന്നാ മതി. അത് തലയുടെ മേളിൽ കൂടെ അപ്പുറത്തേക്ക് വീഴും. അപ്പൊ തിരിഞ്ഞു പട്ടികൾ ഇവിടെയാണോ? രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാനും ഒരു പട്ടിയാണെന്ന് പട്ടികളെ കൺഫ്യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഡോബർമാനാ മക്കളെ, വാല് മുറിച്ചു വിട്ടതാ. പട്ടികൾക്ക് വാല് മുറിച്ച സ്പീഡ് കൂടും. അതിനെ ഒരു നടക്കി പിടിക്കാൻ പറ്റുകയില്ല. അന്തിയുടെയും കാലിന്റെയും ഒരു വണ്ണം കണ്ടില്ലേ? ഇനി ഒന്നും നോക്കാനില്ല. ഇത് മിസ്സായ സകല പട്ടിയും നമ്മൾക്ക് മിസ്സാവും. കടി കിട്ടിയാലും വേണ്ടില്ല, അതിനെ പിടിച്ചേ പറ്റൂ. വരുവിൻ, അതിനെ പിടിക്കുവിൻ. இந்தியன் டூல அந்த இது பண்ணிட்டு மாத்திடுவாங்க அந்த மாதிரி ஐடியா. ஃப்ரெண்ட்ஸ் படத்துல ஓடுறாங்க. ഈ നേരത്തെ ഇത്രയും സ്പീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. ഇത് സ്വപ്നം കണ്ടതാ. വല്ലാതെ വിയർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ. കുതിര കുറേ ദൂരം ഓടിച്ചല്ലേ. കുടിക്കാൻ കുറച്ച് കുതിര എടുക്കട്ടെ. വെള്ളം എടുക്കട്ടെ. നമ്മളൊരു നൈസാമിന്റെ കുതിരവണ്ടി വാങ്ങി ഭയങ്കര നഷ്ടത്തിൽ വിറ്റില്ലേ. ആ നഷ്ടം ഓർത്ത് കിടന്നിട്ടുണ്ടാവും. അതാ സ്വപ്നം കണ്ടത്. നൈസാമിന്റെ കുതിരവണ്ടി അതൊന്നും ഞാനിപ്പോ ഓർക്കാറില്ല. പിന്നെ ഏത് കുതിരവണ്ടി? നീ എന്താ ആലോചിക്കുന്നേ? முடியணுமா அவரு காஸ்டிங்ல இல்லையா? அவரு எங்கள் வீட்டில் வேலை செஞ்ச ஆள் அவரு. ആൽബർട്ടോ, ഇതിനകത്ത് വന്ന് കിടക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വൃത്തിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതിന് വന്നതാ. லூக்மன் அவரோட அப்பா வந்தாரு, அஜய் ஜான். ഇതെന്താ അവിടെ തന്നെ ആദ്യമായിട്ടാണോ കുതിരവണ്ടി കാണുന്നത്? ഇത് ജാഫർ ഇടിക്കുക. ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെക്കുകയാണ്. இல்ல நான் சொன்ன மாதிரி தான் நினைக்கிறேன். ஃபாதர் தான் குதிரவண்டியில போயிட்டு மகேஸ்வரை ஏத்திட்டு இருக்காரு. சொல்றாங்க ஃபாதரோட குதிரவண்டி இது. அது ഈ കുതിരവണ്ടി അതെ ഇത് തന്നെ. മാറാനായി കുതിരക്കാരൻ അലറുന്നത് വരെ ഞാൻ കേട്ടു. അത്തരം സ്വപ്നങ്ങൾ ഞാനും ഒരുപാട് കാണാറുണ്ട്. ടെൽമി, അകത്ത് ഞാനുണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. എന്നാൽ പീയൂഷ ഉണ്ടായിരുന്നോ? ആരാത് പീയൂഷ? പീയൂഷ ഞങ്ങളുടെ കുതിരയാണ്. ഈ വണ്ടിയിൽ എന്നെയും മഹേശ്വരനെയും എല്ലായിടവും കൊണ്ടുപോകുന്നത് അവളായിരുന്നു. 2 കുതിരകളുണ്ടല്ലോ. ഉണ്ട്, പീയൂഷയും പ്യൂണോയും. പീയൂഷയ്ക്കായിരുന്നു മഹേശ്വരനെ ഏറ്റവും ഇഷ്ടം. ഞാൻ ഒരാളെ കാണിച്ചു തരട്ടെ. ആരെ? വരൂ. இவரா பொல்லாதவன் அப்பா வருவார். அவரா ஆள் இடம் திரும்ப மாட்டுது.
മഹേശ്വരാണല്ലേ? ഇത്ര ചെറുപ്പത്തിലെ ഇത്ര മനോഹരമായ സംഗീതമൊക്കെ. മുഖത്ത് ചുളിവുകളുണ്ടാവും, എന്നാലും കണ്ണുകളിലെ ആ തിളക്കം പോയി കാണില്ല. എന്നെ ഓർക്കുന്നുണ്ടാവും. മഹേശ്വർ ഒരിക്കലും എന്നെ മറക്കില്ല. அதான் சொல்லிட்டான் வடக்கான்ல இருந்து வந்தாருன்னு. என்ன சுற்றி தான் காண்டா மாட்டான். மெஸ்ஸி மெஸ்ஸி தான் வந்து டக்குன்னு ரைட்டா இவர் கூட வந்தாலே அவங்க எங்கன்னா ஊந்துடுறாரு. ஒன்று கேட்டில் எத்தனை விட்டு விட்டுரு. சேதாரம் ஃபுல்லாக அவங்களுக்கு தான் வருது. இவருக்கு ஆக மாட்டேது. ഇവരെ தான் അച്ചാണ് അവരും. എന്താ സാർ, വണ്ടി വേണോ? ഒരാളെ ഇടിച്ചു വീഴ്ത്താൻ പറ്റിയ വണ്ടി വേണം. അങ്ങനെ വണ്ടി ഉണ്ടോ? ഇയാൾക്ക് ഇടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി വേണോ? അതിനെന്താ കൊടുക്കാമല്ലോ. എന്നെ ഇടിച്ചിട്ടിട്ട് ഈ കുതിര വണ്ടിയും കൊണ്ട് നീ എവിടം വരെ പറക്കും? ഈ ലോകത്തിന്റെ അവസാനം വരെ പറക്കോ? പറന്നാൽ അവിടെയും ഞാൻ എത്തും. അതാണ് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് നിന്നെ ആരയച്ചോ അവനോട് ചെന്ന് പറ. எனக்கு ஒன்று தோணுது, இப்போ வந்து பீஷும் பூனவும் வந்து சண்டை போடுவோம்னு நினைக்கிறேன். ஸ்பதிகமாக ட்ரை பண்ணுறாரு. ஆனால் வயசு ஸ்பதிகம்லாம் சரியான எனர்ஜிடா. ஃபைட்டு ஃபர்ஸ்ட் ஃப்ளோர்லேருந்து குதிக்கிறாரு, கல்கோரியிலேருந்து எகிர்றாரு, இப்படியே அப்படியே எகிரி எகிரி மேலே போய்ட்டு தெரியுமா? இல்லை ஆனால் செம்ம எனர்ஜிடா அந்த. നീ എന്തിനാ എന്നെ ഇടിച്ചു പറ്റിയത്? ലോറൻസ് ചേട്ടൻ പറഞ്ഞിട്ടാ. ആരാ ലോറൻസ്? അതെനിക്കറിയില്ല. അയ്യോ, വണ്ടിയിൽ ചോക്ക് കൊണ്ട് എഴുതി വെക്കും, അതിന്റെ കൂടെ കൂലിയും വെക്കും. എവിടെ എഴുതി വെച്ചത്? അവിടെ வண்டியா? ஓ, அந்த இவரா வண்டிக்கு போறா? படுத்துனுங்க இங்கேயும் புறா வந்துச்சு. சுரிக்கலாம் புறா ஃபுல்லாக அவன் ஃபுல்லாக ஏதோ சொல்ல வருது. புறா தொலை தாங்கலடா. புறா ஏதோ சொல்ல வருதுன்னு நினைக்கிறேன்டா. உஷாரா இருந்துக்குன்னு சொல்றா. நினைச்சேன் என்னடா மேலே இருந்து யாரும் வரலையோ ஒன்றும் அப்படின்னு. ஃபஸ்ட்டு அதான் வட்டி கொடுத்தாரு அவர் தான் நினைக்கிறேன். லாரி கிட்ட தமிழ் சொன்ன யாரா எல்லா கிலோமீட்டர் வச்சுக்கிறான். രക്ഷപ്പെട്ടുവല്ലേ? ഇതിവിടെ പതിവാ. തലയ്ക്ക് അടി കിട്ടി കുറെ എണ്ണ ഇതിനകത്ത് ചേർത്ത്. മരത്തിന് വളം അല്ല, എന്തോ പറയാനാ. ഈ സ്ഥലം അത്ര നന്നല്ല സാറേ. സാർ സൂക്ഷിക്കണം. ചില ആൾക്കാർ തേനീച്ച മാതിരിയാ. സ്വയം ചത്താലും അവര് കുത്തിക്കൊല്ലാതെ വിടുകയില്ല. சரி, எதுக்கு பண்ணாரு? நிச்சா தான் நினைக்கிறேன். ஸ்மோக் பாம்பு போட்டு எஸ்கேப் ஆகிட்டு இருக்கிறாருன்னு நினைக்கிறேன். ஆத்தி இப்போ வந்தவன் யாரும் தெரியல. അവളാണ് അലീനയെന്ന് സ്നേഹ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. മഹേശ്വർ സപ്തസ്വര മണികൾക്കരികിൽ ഇരിക്കുന്നു. അലീന അവനെ കാണുവാൻ വന്നിരിക്കുന്നു. അതാണല്ലേ ഈ രംഗം? അതെ, ഈ കഥയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങളിലൊന്നാണിത്. നിങ്ങൾ ക്ഷണിച്ചതുകൊണ്ട് വരാതിരിക്കാൻ സാധിച്ചില്ല. ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയുന്ന കഥയിൽ എവിടെയോ ഞാനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മഹേശ്വർ, ഇതൊരിക്കൽ മഹേശ്വർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അലീന, നീ എന്തിനിങ്ങനെ പപ്പ അറിയാതെ എപ്പോഴും ഇവിടേക്ക് വരുന്നു? ഇതുപോലെ പപ്പ അറിയാതെ മഹേശ്വരനെ കാണാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഓ, എത്രയോ തവണ. മഹേശ്വരനെ കാണാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കാറില്ല. അതൊരു ദേവ സാന്നിധ്യമാണ്. എന്നും സംഗീതം, എപ്പോഴും സംഗീതം.
பியூனோன் பியூஷாவா ஒருவேளை அந்த ட்ரீம் வந்து உஷாரா இருந்துக்குன்னு சொல்றதுக்கு தான் வந்திருக்கு அந்த குதிரை ட்ரீம். தெரியலடா எனக்கு அதெல்லாம். இடிக்க வரோம் நீ உஷாரா இருந்துக்க. எனக்கு என்ன தோணுதுன்னா மீட் பண்ணதுமே வந்து அந்த மாதிரி இன்சிடென்ட்ல தான் மீட் பண்ணிருப்பாங்க போல குதிரை அப்படின்னு தோணுது. இன்னொன்று என்ன தோணுதுன்னா அவங்க அப்பா வேணும்ட்டு, ஏன்னா அவங்க அப்பா தெரியாம தானே வந்து பார்த்துனாங்க. വീട്ടിലേക്ക് പോകും. ഇനി ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഈ നിൽക്കുന്ന ഒരേ ഒരു മകളെ എനിക്കുള്ളൂ. അവളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവുന്നത്. നീ കള്ളനാണ്. കാഴ്ചയില്ലാത്ത നിന്നെ ഒരു പെൺകുട്ടിയും ഇഷ്ടപ്പെടില്ല. ഏത് മുഹൂർത്തത്തിലാണ് അവളെ രക്ഷിക്കാൻ എന്റെ കയ്യിൽ എത്രയോ മാർഗങ്ങളുണ്ട്. അവളെ രക്ഷിക്കാൻ എന്റെ കയ്യിൽ എത്രയോ മാർഗങ്ങളുണ്ട്. അതല്ല ഡയലോഗ്. എന്റെ മകളെ നീ മറക്കണം. അതിന് പകരം എന്തും നിനക്ക് എന്നോട് ആവശ്യപ്പെടാം. കാഴ്ചയില്ലാത്ത നിന്റെ കൂടെ എന്റെ മകൾ ജീവിക്കുന്നത് കാണാൻ ഞാൻ ഉണ്ടാവില്ല. പിൻവാങ്ങിയില്ലെങ്കിൽ അവൾക്ക് പകരം നിന്നിൽ നിന്ന് നിന്റെ സംഗീതത്തെ ഞാൻ മുറിച്ചെടുക്കും. ഇതുപോലെ മുറിച്ചെടുക്കും. നിങ്ങൾ എന്താണ് കാണിച്ചത്? ഇത് കാണാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇതാണ് എന്റെ പപ്പ. Do you know my father? My father was great. Greater than anyone in this world. നിങ്ങൾക്ക് ഈ കഥ എവിടെ നിന്ന് കിട്ടി? വേണമെന്ന് தான் பண்ணாங்களா? இல்லடா. இல்ல அவங்க வாயில இருந்து எதுனா. No. എനിക്കൊന്നും കേൾക്കണ്ട. I don't want to hear anything. Disperse everybody and clear this college. നിങ്ങൾ ഈ കാണിച്ചത് ക്രൂരതയാണ്. കഥയിലാണെങ്കിൽ പോലും ഇത്രയും വർഷമായി ഞാൻ കാത്തിരിക്കുന്ന മഹേശ്വരന്റെ കൈവിരലുകൾ എന്റെ കൺമുന്നിൽ വെച്ച് വെട്ടി മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്കിനി നിങ്ങളെ കാണണ്ട. സ്റ്റാർട്ടിംഗിൽ ഒരു സീൻ இந்த மாதிரி பண்ணார் பத்தியா? മോനെ നീ എന്തായി കാണിച്ചത്? ഒന്നുമില്ല, ഞാനെന്തോ പെട്ടെന്ന് അങ്ങനെ. എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല. നേരത്തെ എഴുതിയത് അതായിരുന്നില്ല. അവൻ കൈ വലിച്ചത് നന്നായി, അല്ലെങ്കിൽ അവന്റെ വിരലുകൾ പോയനെ. സപ്തസ്വര മണികൾക്ക് പകരമല്ലേ നമ്മൾ അവിടെ മേശ ഇട്ടത്? അതിലേക്ക് പിടിച്ചു വെച്ചല്ലേ ഞാൻ മഹേശ്വരന്റെ കൈവിരലുകൾ വെട്ടിയത്. എന്താ നോക്കുന്നത്? വിരല വെട്ടുகிறாரு அப்பா. നടന്നിருக்கு நிஜமான. കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാരോ വെട്ടിമുറിച്ചത് പോലില്ലേ? എനിക്ക് ഉറപ്പാണ് മഹേശ്വരന്റെ കൈവിരലുകൾ ഇവിടെ വെച്ച് ആരോ വെട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ചോരയുടെ മണം കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ അകത്ത് എന്നെ ഇങ്ങോട്ട് കടത്തരുന്ന് മാഡം പറഞ്ഞിട്ടുണ്ടോ? എന്നെ കടക്കാൻ തന്നെ വന്നേ. ഞാൻ അവരെ കണ്ടിട്ടേ പോകും. എന്നെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചവനെ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ മാനേജറാണ്. വേണമെങ്കിൽ നിങ്ങൾ വന്ന വിവരം ഞാൻ മാഡത്തിനോട് പറയാം. താൻ പോയി പറയണ്ട, ഞാൻ ചെന്ന് അവരോട് പറഞ്ഞോളാം. അല്ല, ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ തൊഴിൽ വെച്ചേര് പോയി കയറ്റി പോയി നിൽക്കണോ? ഇനി തന്നെ അവരുടെ പുറം ഞാൻ കണ്ടുപോയത്. പാർവതി ഒന്നും വരില്ല. ഇങ്ങോട്ട് വന്നാൽ അയാളെ ഇതിനകത്തിട്ട് ഞാൻ തല്ലും. അങ്ങനെ സംഭവിച്ചാൽ അതിന് കാരണക്കാരി നിങ്ങളായിരിക്കും. ക്ഷണിച്ച് വരുത്തി അവമാനിച്ചെന്ന് പറഞ്ഞ് അധികാരത്തോടെ റിഹേഴ്സൽ നിർത്തിച്ചില്ലേ? എന്നെ തെറ്റുകാരനാക്കി എല്ലാ കുട്ടികളും ഇവിടുന്ന് പറഞ്ഞയച്ചു. ഒന്നും പറയാതെ നിന്നത് നിങ്ങളെ പേടിച്ചിട്ടല്ല, നിങ്ങളെ ഓർത്ത് വേദനിച്ചിട്ടാ. ഇപ്പോഴും പറയുന്നു, ഞാൻ പറയുന്നത് സത്യമാണ്. വിശ്വാസമില്ലേ? എന്റെ കൂടെ വാ. അവന്റെ ചോരയുടെ നനവ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞിട്ടേ പോകൂ. കേൾക്കണം, കേട്ടേ പറ്റൂ. നിങ്ങൾ ചതിയനാണ്. ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറഞ്ഞിട്ടും നിങ്ങൾ എന്നോട് പകരം വീട്ടുകയാണ്. ഒരവസരം കിട്ടിയപ്പോ എന്റെ സ്വന്തം ജീവിതം തന്നെ എനിക്ക് മുന്നിൽ നാടകമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. എന്റെ പപ്പയെയും മഹേശ്വരനെയും വികൃത വേഷം കെട്ടിച്ച് നിർത്തി നിങ്ങൾ എന്നോട് പക തീർക്കുകയാണല്ലേ? ഞാനത് സമ്മതിക്കില്ല. പകയുണ്ടായിരുന്നെങ്കിൽ അത് തീർക്കാൻ വിശാൽ കൃഷ്ണമൂർത്തിക്ക് ഒരു നാടകത്തിന്റെ ആവശ്യമില്ല. ഒരിക്കൽ ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം നിങ്ങൾ മറന്നു. അലീനെ എന്ന് വിളിച്ചത് മറന്നു. അവന്റെ സംഗീതം കേട്ടത് മറന്നു. എന്നെ വിശ്വസിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. എന്നോട് കാണിച്ച തെറ്റിന് പക വീട്ടാനല്ല ഞാൻ വന്നത്. എന്നെ വരുത്തിയതാണ്. ആര് വരുത്തിയാലും എനിക്കൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് പോണം. വരുത്തിയെന്ന് ഞാൻ പറയുന്നത്
നിങ്ങളോ പ്രിൻസിപ്പൽ അച്ഛനോ അല്ല, മറ്റാരോ ആണ് എന്നെ ഇവിടേക്ക് വരുത്തിയത്. അല്ലെങ്കിൽ ആരാ എനിക്കിതൊക്കെ തോന്നിപ്പിക്കുന്നത്? ആരാ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത്? മരിച്ചുപോയ നിങ്ങളുടെ പപ്പയാണോ, അതോ നിങ്ങൾ കാത്തിരിക്കുന്ന മഹേശ്വരോ? ഞാൻ പറയുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന മഹേശ്വർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കേൾക്കണം. എന്നും തുടച്ച് വൃത്തിയാക്കുന്ന ആ സത്യസ്വരം മണികളിച്ച് നോക്ക്. അവന്റെ കൈവിരലുകൾ വെട്ടിമാറ്റിയ കത്തിയുടെ പാട് നിങ്ങൾക്കത് കാണാം. പകരം വീട്ടാൻ പറയുന്നതല്ല, എന്നോ ഒരിക്കൽ അവൻ അനുഭവിച്ച വേദന അറിഞ്ഞു പറയുകയാണ്. അവന്റെ കൈവിരലുകൾ ആരോ മുറിച്ചു കളഞ്ഞു. ഇതാ ഇതുപോലുള്ള 3 or 4 വിരലുകൾ ഇല്ലാതെ മഹേശ്വർ എവിടെയോ മറിഞ്ഞു നിൽപ്പുണ്ട്. ഒന്നുകിൽ തിരിച്ചു വരാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്ത മറ്റേതോ സംഗീത ലോകത്തിൽ. എനിക്കത് ഉറപ്പാണ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കില്ല. അത് വെറും കഥ, നിങ്ങൾ ഉണ്ടാക്കിയ കഥ. ഞാൻ ഉണ്ടാക്കുന്ന കഥയല്ല മാഡം, എനിക്കാരോ പറഞ്ഞു തരുന്ന കഥ, എനിക്ക് സത്യമാണെന്ന് തോന്നുന്ന കഥ. എനിക്കത് കേൾക്കേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്, നിങ്ങളോട് പറയേണ്ടി വരുന്നതിൽ വേദനയുണ്ട്. അതെ, കത്തി കൊണ്ടൊന്നും മുറിഞ്ഞായിരിക്കില്ല. കാലപ്പഴക്കം കൊണ്ട് ഏത് മരത്തിനും ചില പൊട്ടും പൊളിയും ഉണ്ടാവും. അതുകൊണ്ടാവാം അത് പോളിഷ് ചെയ്ത് മിനുസപ്പെടുത്തിയത്. അല്ല, മിനുസപ്പെടുത്തിയത് മഹേശ്വരന്റെ കൈക്ക് കൊണ്ട വെട്ടാണ്. നല്ല തക്കാളി പഴം പോലത്തെ പട്ടികളച്ചു. ഒരെണ്ണ അച്ഛന്റെ മുറിയിലും ഒരെണ്ണ എന്റെ മുറിയിലും. ഞാൻ വാതില് തുറന്നപ്പോ 2 ഇറങ്ങി ഓടി. ഇതെങ്കിലും അങ്ങനെ വിട്ടാ പറ്റില്ല. പാട്ടി അത് പട്ടികളല്ല ഫാദർ. പട്ടികളല്ലേ പിന്നെന്താ ഈ കേൾക്കുന്നേ? അത് ശരീരമില്ലാത്ത ശബ്ദം മാത്രമാണ്. അതിന്റെ പിന്നാലെ വെറുതെ ഓടേണ്ടെന്ന് പറ, ഓടിയിട്ടൊരു കാര്യമില്ല. ഈ വില്യം ഇഗ്നീഷ്യസ് എങ്ങനെയാണ് മരിച്ചത്? അങ്ങേര് എന്തോ അപകടത്തിൽ മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരുപക്ഷെ മഹേശ്വരനെ മാഡം വിവാഹം കഴിക്കുന്ന സങ്കടം കാരണം ആത്മഹത്യ ചെയ്താണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മാഡം അത് പറയില്ലേ? മഹേശ്വരന് കണ്ണു കാണാൻ പാടില്ലാത്ത കാര്യം മാഡം ഇതുവരെ ഫാദറിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതും അതുപോലെ പറയാതിരുന്നതാണെങ്കിലോ? ഇല്ല ഫാദർ, നമുക്ക് ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഒന്നുകൂടെ നോക്കിയാലോ? വില്യം ഇഗ്നേഷ്യസ് പണ്ട് എഴുതിയ വല്ല ഡയറികൾ അതിനകത്തുണ്ടെങ്കിലോ? ഓ, അതൊക്കെ തപ്പിയെടുക്കണം. ഈ ഫാദറിന് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ വാ. അതൊരു പ്രാവല്ലേ? അതെ. ഇനി അതും വല്ല ശബ്ദവും മാത്രമാണോ? വേണ്ട പ്രാവ്. சச்சின் படம் கவனிக்கிறேன். ஒருவேளை ஐயா சாமியா இருக்குமோ டக்குனு இன்ட்டு வருது. இங்க போங்க. ഏത് പുസ്തകമാണ് നോക്കുന്നേ? വില്യം ഇഗ്നീഷ്യസിനെ കുറിച്ചും മാഡത്തെ കുറിച്ചും അറിയാവുന്ന അവരുടെ പഴയകാല റെക്കോർഡുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. അത് ഫിസിക്സ് കെമിസ്ട്രിയാ മോനെ. ദാ ആ ഷെൽഫിൽ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്. நம்ம ஸ்கூல்ல ஒரு லைப்ரரி இருக்கு, ஞாபகம் இருக்கா? புறாவன் தட்டி விட்டுச்சுல. அதுவும் பிராவாடோ. ஓ, அந்த இடத்துல இருக்கு போலடா புக்கு. புறா இருக்கிற இடத்துல. വാങ്ങിച്ചതാണോ? നല്ല ഒറിജിനൽ അസ്ഥികൂടമാ. ഇതുപോലത്തെ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലും കിട്ടും. ഒറിജിനൽ അതിൻ്റെതായ ഒരു അന്തസ്സില്ലേ? ഇതെവിടുന്നാ കിട്ടിയത്? പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ കെട്ടിടം പണിക്ക് കുഴിയെടുത്തപ്പോ കിട്ടിയതാ. വീണ്ടും കുഴിച്ചിടാന്ന് പറഞ്ഞ് അന്നത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഇവിടെ എടുത്തു വെച്ചു. എന്താ വല്ല പരിചയം തോന്നലുണ്ടോ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? വിരലേതെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടോ നോക്കായിരുന്നു. ദേ, ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്. അച്ഛന് പേടിയുണ്ടോ? എന്ത് പേടി? ഇതിനകത്ത് കയറിയപ്പോ എന്താണെന്നറിയില്ല, നീ ഒപ്പം ഉള്ളത് കൊണ്ട് കുറച്ച് ധൈര്യം കിട്ടി. വേറെ ചില പുസ്തകങ്ങൾ അപ്പുറത്തെ മുറി ഇരിപ്പുണ്ട്, അതും കൂടെ നിനക്ക് കാണിച്ചു തരാം. അല്ല പിന്നെ ആ അതെ, 4-5 കിട്ടിയിട്ടുണ്ട്. അവനിത് എവിടെ പോയി? എടാ മോനെ, അവൻ പോയോ? வழக்கமாக லைட்டு தான் அட்ஜஸ்ட் பண்ணணும். பேய் என்னன்னு
ஈஸி போச்சு. நம்ம அது பாட்டு சுற்றி இருக்குது. കണ്ടോ തനിയെ തിരിയുന്നത് കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. എന്നോ നാട് വിട്ട ഒരുത്തന്റെ പിന്നാലെ തിരക്കി ചെല്ലാൻ നീ അവന്റെ ആരാ? ആരുമല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, വിട്ടുകളാ. സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് കുതിരവണ്ടി കാണാൻ അലീനയുടെ ബംഗ്ലാവിൽ വന്ന അന്നു മുതൽ നിന്റെ പിറകെ ഞാനുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ അവളുടെ കാവൽക്കാരനാ. അവനെയും കാത്തിരുന്ന് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നീ ഇനി അവളെ ഉപദ്രവിക്കരുത്. അവന്റെ പിന്നാലെയുള്ള നിന്റെ ഈ പോക്ക് ഈ കാറ്റോടുകൂടി അവസാനിക്കണം. എത്രയും വേഗം നീ ഇവിടം വിട്ടു പോണം. പോയില്ലെങ്കിലോ നീ പോകും. ദാ കണ്ടില്ലേ, രക്ഷകളാ. ഞാനൊന്ന് ചൂളമടിച്ചാൽ മതി, പട്ടികൾ പറന്നു വരും. നിലവിളിക്കാൻ പോലും സമയം തരാതെ അവ നിന്നെ ജീവനോടെ കടിച്ചു പറിക്കും. ആ വേദന അനുഭവിക്കണമെന്നുണ്ടോ? யாரா இவரு? பேட்மேனாடா இவரு? So this is how it feels, sir. ആൽബർട്ടോക്ക് തെഞ്ചിക്കുது. ആൽബർട്ടോ தான் சாவ வச்சிரான்னுடா. എന്നെ വെല്ലുവിളിച്ച് രക്ഷപ്പെട്ടുവെന്ന് നീ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും നിന്നെ വേണ്ട. എന്നോട് ഈ കളി വേണ്ട. அவரே ஒரு பேய். എന്നെ തടയാൻ നിനക്ക് കഴിയില്ല. இல்லடா, அவங்க அப்போ இவங்க பார்த்திருக்க மாட்டாங்க. ഞാൻ ഇവിടുന്ന് പോവില്ല. ഗ്രാപ്പിൾ പോട്ട് മേലെ എത്തി. നിന്റെ വാക്കുകൾക്ക് അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ മരങ്ങൾക്കിടയിൽ നമ്മളൊരാൾ ചത്തു വീഴും മുമ്പ് അവരോട് പോയി സത്യം പറ. അവർ കാത്തിരിക്കുന്ന മഹേശ്വരന്റെ വെല്ലയിൽ വെട്ടിയത് ആരാണ്? ആൽബർട്ടോ! சட்டம் இல்லாமல் உங்களுக்கு புரியுதுல்ல? தலையில சேர்த்து அருவா இல்லடா, அது கட்டானா மாதிரி. அது இவரும் சைனீஸ் ரெஃபரன்ஸ் அதிகமாக இருக்குது, ஜாப்பனீஸு. இப்போ இவருக்கு ஆயிடுச்சு விழுகுதா. இப்போ தான் திஸ் இஸ் ஹவ் இட் ஃபீல்ஸ். பாம்பு பிறந்து அடிச்சாரு வயசானவர். அவரு இது சென்சே மித்திகல் பவர் இருக்கு. டோட்டம்ஸ்லாம் கிடச்சிச்சு. அவர் ப்ளூடூத் ஹெட்ஃபோன் தெரியாது. என்னடா ആൽബർട്ടോ, രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. നീ പറഞ്ഞത് ശരിയാണെന്ന് അലീനോട് ഞാൻ പറയാം. ഇറങ്ങരുത്. ഇറങ്ങിയാ നീ താണുപോകും. ഇളകാതെ നിൽക്ക്. നിന്നെ ഞാൻ രക്ഷിക്കാം. എനിക്ക് നിന്നെ കൊല്ലണ്ട. പക്ഷെ നീ സത്യം പറയണം. നിനക്കറിയാവുന്നതെല്ലാം അലീനയോട്. ഇതെനിക്ക് വിധിച്ചതാ. ആരാന്നറിയോ? അവൻ നിന്നെ എന്റെ അടുത്തെത്തിച്ച മഹേശ്വരൻ. അത് നിനക്കറിയാമെങ്കിൽ നീ സത്യം പറ. നീ എന്തിനാ പാവത്തിന്റെ കൈവിരലുകൾ മുറിച്ചത്? ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ചവിട്ടാൻ ഒരു നില കിട്ടിയിരുന്നെങ്കിൽ അവൾ പൂവിട്ട് പൂജിക്കുന്ന അവളുടെ തന്ത വില്യം ഇഗ്നേഷ്യസ് എന്നെക്കാൾ പാവിയാണെന്ന് പറയാനെങ്കിലും ഞാൻ അങ്ങോട്ട് കയറി വന്നേനെ. അവന്റെ വിരലുകൾ ഞാൻ വെട്ടിമുറിച്ചു. അവൻ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ വെച്ച് വേണ്ട, അവനെ പുറത്തേക്ക് കൊണ്ടുപോവാ. டாக்ஸை வச்சு இது பண்ணியிருக்கேன். கத்துறதுக்குள்ளே முடிச்சு விட்ருந்தாங்க நாய். இது வீட்டிலேருந்து இதே வேலை தான் இருக்கும். எதுக்கு அவருன்னா ஏன் பிடிக்கல? அதான் ஒரே ஒரு பொண்ணு நான் அப்படி கண்ணு தெரியாத தரான். எப்போ நினச்சா கொண்டுக்கிறாங்க, உயிரோட போஸ்ட்டுக்கிறாங்க. ஓ
இவங்க 2 பேரும் இவர் முடிச்சுட்டு விட்டாங்க. எங்கேயோ போய் குதிரை எங்கேயோ போய் ஒரு தள்ளி விட்டு அதான் பாவி. கால் போயிது. சொல்லிட்டாரு, இவர்கிட்ட சொல்லிட்டாரு. அவங்க நம்ப மாட்டேங்கிறாங்களே இவர் சொன்னாலே. മഹേശ്വരനെ അവർ ജീവനോടെ കുഴിച്ചു മൂടി. എനിക്ക് തോന്നിയത് ശരിയാണ്. ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ടായിരുന്നു. അതിനവൻ കണ്ടെത്തിയത് എന്നെയാണ്. പാവമാണ് മാഡം. ഈ കാലം വരെ ഒന്നും അറിയാതെ പപ്പയുടെ കല്ലറയിൽ പൂക്കൾ വെച്ചും ആ കുതിരക്കാരന് ശമ്പളം കൊടുത്തും അവർ കൊന്നുകളഞ്ഞ മഹേശ്വരൻ വരുന്നത് കാത്തിരിക്കുക. ഞാനിതെങ്ങനെ അവരോട് പറയും? മാഡത്തോട് പറയണം. അത് ഡ്രാമയിലേ சொல்லுவாங்க. മഹേശ്വർ തിരിച്ചു വരുന്നത് മാഡം അറിയണം. ആദ്യം വേദനിക്കും. തിരിച്ചു വരാത്ത ഒരാളെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുന്നത് അതിനേക്കാൾ വലിയ വേദനയല്ലേ? ഇല്ല, എനിക്കത് മാഡത്തോട് പറയാൻ കഴിയില്ല. இல்லை அவங்களுக்கு பிடிச்ச மாதிரி எதனா ட்ராமாவில் நடிச்சிருவாங்க. இப்படி பண்ணால் அவங்க மறந்துடுவாங்க. அட்லீஸ்ட் சம்திங் என்ன சொல்கிறாங்க. லெட் ஆன் சும்மாவே போயிருங்க. உள்ள சொல்ல வேணான்னு இருக்குண்டா. டைம் இருக்கு. அவங்க ஃபீல் பண்ண சொல்லியிருக்காங்கல்ல டச்சில். ஃபிகர்ஸ் இருக்கா വാക്സ്. ഞാൻ കാണുന്നതിനുമപ്പുറം നിങ്ങളിൽ എന്തോ ഒരു ശക്തിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ തേടി എന്റെ മഹേശ്വർ വരില്ല. கேட்கலான்னு தான் என்கிட்ட சொல்லிட்டு அவங்ககிட்ட சொல்லிட்டு இருக்கலாமே. കൈവിരലുകൾ മുറിഞ്ഞു പോയ എന്റെ മഹേശ്വരനെ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്. അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ എന്റെ മഹേശ്വരനെ ഒന്ന് കാണിച്ചു തന്നൂടെ? മാഡം അങ്ങോട്ട് പോകരുത്. கண்ணாடியில் வந்து இப்போ செங்கி சொல்லலாம். കണ്ണാടിക്കൂടിൽ ഒരു അസ്ഥി കൂടെ കണ്ടിട്ടില്ലേ? അത് മഹേശ്വരാണ്. எதுக்கு இவ்வளோ தடுக்கணும்னு பார்த்துனாங்க? இல்லையா அவங்க சூசைட் தான் பண்ணி போகிறாங்க. போ பார்த்தா அவங்களால தாங்க முடியாது. பார்க்குறாங்க 5 பேர்லாம் காலியா? ஓ 4 தான்டா. ஒன்று கட்ட இது கட்ட வரல. கம்மியாக இருக்கும்ல சைஸு. மகேஸ்வர்
ஃபெட்டிஷ். எலும்பு கொடுங்கடா. எலும்பு கொடு. தெரியல, எலும்பு கூட தான் விசிச்சு போல. எப்படி அண்ணா அவங்க சோல் வெளியே போயிச்சாங்க. கண்டா காம்படிஷன் என்ன பண்ணுறாங்களா? இல்லை, அவருக்கு அவார்டு அப்போயே கொடுத்துட்டாங்களா, போயிட்டு வாங்கிட்டு. ஓ, இந்த அவார்டா? ஸோ தேவதூதன் லைக் வந்து எப்படி சொல்றது, மியூசிக் நீ சொன்ன பத்தியா நல்லா இல்லடா, செம்மையா இருந்தது. ஏன்னா 2000 நல்லா இல்லடாவா? இல்ல நல்லா இருந்தது. 2000ல வந்த மூவிடா. மோஸ்ட் ஆஃப் தி சீன்ல வந்து பேக்ரவுண்ட் ஓடினே தான் இருக்கு. ஏன்னா அந்த டைம்ல வந்து அந்த மாதிரி பேக்ரவுண்ட் ஸ்கோர்லாம் போட மாட்டாங்க நிறைய. பாத்திருக்கியா? ரொம்ப விட்டாரு. நல்லா இருந்தது. அந்த ஒரு மெயினான டியூன் நல்ல ரிதம் ஆஃப் லவ் அந்த டியூன் நல்லா இருந்துச்சு. அது ரெண்டு நிறைய இடத்துல வந்து அது பேக்ரவுண்ட்ல ஓடினே இருந்தது. அந்த இவர் எழுதிருப்பாரு மகேஷ், அது பேக்ரவுண்ட்ல ஓடினே இருந்தது. சொல்லப்போனா இப்போ நம்ம படம் எடுத்து பார்த்தோன்னா எல்லாமே வந்து டைலாக்ல சொல்லிடுறாங்க. ஆனால் இதில் பார்த்தோன்னா எல்லாமே நம்மளுக்கு புரிய வைக்கிறாங்க பத்தியா. இப்போ வந்து அவங்க வந்து சொல்லுவாங்க என் டச்சில் வந்து என்னால் உணர முடியுது அப்படின்னு. அது ஏன் வச்சாங்கன்னா நம்ம கிளைமேக்ஸ் ஆகிறோம், அவங்க அந்த இன்ஸ்ட்ருமெண்ட்டு தொடும் போது ப்ளஸ் அந்த கை தொடும் போது அவங்களால உணர முடியும்னா அப்போ தான் அவங்களுக்கு வந்து புரியுமே. ஸோ அதெல்லாம் வந்து ஸ்டார்டிங்காக சொல்லிட்டு அதுக்கப்புறம் சூப்பராக யூஸ் பண்ணியிருந்தாங்க. அதே மாதிரி இவர் மோகன்லால் இருக்கார்ல, அவருக்கு வந்து அந்த புரியுறது மேரிங்கிறது அலீனாவாக மாறுது பேர். அது கொஞ்சம் கொஞ்சமாக டெவலப் பண்ணிவிட்டு நம்மளுக்கு போக என்னன்னா திடீர்னு வந்து ஓகே இது எனக்கு தெரியலன்னு சொல்லும் போது ஒரு ஹிண்ட் ஒன்று வருது. ஆனால் நம்மளுக்கு புரியுதுல, ஓகே இவருக்கு வந்து அந்த ஹிண்ட் புரியுங்கிறது நம்மளுக்கு தெரியுது இல்லை. அதுக்கான இதெல்லாம் முன்னாடி அங்கே வச்சு நல்லா இருந்தது. இந்த மாதிரி மூவி நல்லா இருந்தது. அதான் ஃபர்ஸ்ட் ஹாஃப் வரைக்கும் கொஞ்சம் இது எங்கடா போகுது கரெக்டாக போயிட்டு இருந்தது. ஆனால் செகண்ட் ஹாஃப் பிரிச்சிட்டாங்க. செகண்ட் ஹாஃப் அவ்வளோ த்ரில்லிங்கு கடைசி வரைக்கும் கியூரியஸ் இருந்துச்சு பார்த்தியா. யாரா அவர் வருவாரா மாட்டாரா அப்படின்ற மாதிரி தான் ஃப்ளாஷ்பேக் சொல்லிட்டாங்க. அதுக்கப்புறமும் ஒரு கியூரியஸ் இருந்துச்சு இதுக்கப்புறம் என்ன நடக்கும். அவங்க மேலே வந்து பார்த்தா அவங்க இறந்து போயிட்டாங்க காட்டினாங்க. ஆனால் பார்த்தோன்னா சரி கடைசியில் வந்து அந்த 2 புறா காட்டுனது வந்து ஸ்டார்டிங்லேருந்து ஒரே ஒரு புறா தான் ஜன்னல் கிட்ட உட்காந்து இருந்தது. போகும்போது கடைசியாக தான் 2 புறா பறந்து போச்சு. செம்ம அதெல்லாம் அது சூப்பராக பண்ணியிருந்தாங்க. ஒரே ஒரு சிஜி ஷாட் பண்ணியிருந்தாலும் ஒர்த்தாக பண்ணியிருந்தாங்க. இன்னொன்று வந்து புறா பறந்து போகிறதானே 2 ஷாட்டு நல்லா இருந்தது. செம்ம நிறைய கனெக்ட் பண்ணியிருந்தாங்கடா, பயங்கரமாக. எனக்கு தெரிஞ்சு இதான் கரெக்டான ஒரு ஸ்டோரி டெல்லிங் அந்த மாதிரி தான் இருந்துச்சு. நம்ம இப்போ பார்க்குறத கம்பேர் பண்ணும்போது என்னன்னா சினிமா வந்து விஷுவலி நம்மளுக்கு புரிய வைக்கணும், சவுண்டே எல்லாம் நம்மளுக்கு புரியணும். ஸோ இந்த படம் வந்து அப்படி தான் இருந்துச்சு. நல்ல ஒரு எக்ஸாம்பிள் 2000ல பயங்கரமா இருந்துச்சு. மியூசிக் தான்டா. ஏன்னா அந்த டைம்ல நீ படம் எடுத்து பார்த்தேன்னு வச்சுக்கேன், எல்லா லாங்குவேஜ்லயுமே அந்த பேக்ரவுண்ட் மியூசிக் தெரியாது. ரொம்ப ஒரு பெரிய டைரக்டர் அப்படி இல்லைன்னா ஒரு பெரிய இதுதான் வந்து அது வைப்பாங்க. அந்த நான் வந்து ஃபர்ஸ்ட் நோட் பண்ணது அந்த ஹேராம்ல பார்த்திருக்கியா, பேக்ரவுண்ட் அப்பப்போ ஒரு அந்த பாட்டு வந்து போகும். அது வந்து ரொம்ப பெரிய டைரக்டர் அந்த மாதிரி தான் வந்து யோசிச்சு ஓகே நம்ம இப்படி கன்வே பண்ணா சூப்பரா இருக்கும். ஆனா இதுல வந்து பார்த்தனா நிறைய இது மியூசிக்ல பயங்கரமா கன்வே பண்ணியிருந்தாங்க. அதுவும் இல்லாம இன்னொன்று இது சொல்லணும்னா அந்த இவரு நிஞ்சா தான் ஜாப்பனீஸ் ரெஃபரன்ஸ் வந்து கட்டானா ஷுரிகன் எல்லாமே எடுத்துனாரு. அவரும் செம்மையா இது அவரோட கேரக்டர் கொஞ்சம் தான் வந்திருந்தது, பட் சூப்பரா. அவர் ஆனால் உஷாரா பார்த்தியா, என்னன்னா ஸ்பிரிட் வேர்ல்டில் வந்து அவர் அடிக்க முடியாது. அதனால தான் இந்த இவரோட ஆவி வந்து அந்த மகேஸ்வர் ஆவி வந்து ஃபிசிக்கலாக இவரை யூஸ் பண்ணியிருக்குன்னு நினைக்கிறேன் அவனுக்கு காலி பண்ணதுக்கு. அந்த மாதிரி நிறைய இது அந்த டாகா இருக்கட்டும், அந்த ஹாஸா இருக்கட்டும், ஹாஸோட 2 பேர். ஏன்னா
அவங்க வந்து சொல்லியிருப்பாங்க இந்த மாதிரி வந்து அந்த 2 குதிரை வண்டியில் தான் அந்த 2 குதிரையை கட்டின வண்டியில் தான் நாங்கள் ஃபுல்லாகவே சுற்றி இருக்கோம். ஸோ அந்த 2 குதிரையில் வந்து அந்த பியூஷ் குதிரை வந்து அவருக்கு ரொம்ப பிடிக்கும் மகேஸ்வருக்கு. கரெக்டாக அவர் சாகும் போது அந்த குதிரை வந்து கரெக்டாக போயிட்டு அதெல்லாம் சூப்பராக இருந்தது. அதே மாதிரி அந்த டாக் சவுண்ட் வந்து அப்பப்போ கேட்டுன்னே இருந்தது நம்மளுக்கு. யாரா என்னடா டாக் தொத்துது கட்சியில் பார்த்தா டாக்னால தான் அவர் போயிட்டு விழுந்திருக்காரு. எல்லாத்தையும் யூஸ் பண்ணியிருந்தாங்க. எதையுமே வந்து இது தேவையில்லடா அப்படின்ற மாதிரி எனக்கு தெரிஞ்சு அந்த ஃப்ளாஷ்பேக் ரெடி பண்ணிட்டு அதுக்கப்புறம் வந்து ஃபுல் ஸ்டோரி வந்து ரெஃபரன்ஸ் அங்கே. ஏன்னா நிறைய படத்தில் வந்து சில சீன்ஸனோட ஒரு சீக்வன்ஸே தேவையில்லடா அப்படின்னு இருக்கும். பட் ஆனால் எல்லாமே ஓகே இது இருந்ததுனால தான் அது வந்துருக்கு. அது நல்லா இருந்தது. மோகன்லாலும் சரி ஜெயபிரதாவும் சரி ரோல் செம்மையாக பண்ணியிருந்தாங்க. ஜெயபிரதா அந்த 20 வருஷத்துக்கு 20 வருஷமா வருவாருன்ட்டு எங்கிட்டு இருந்திருக்காங்க. ஆனால் அவங்கள வந்து அது பார்த்தா தான் இறந்துட்டான்றது உனக்கு உணர்ந்தாதான் உன்னால் அதுலேருந்து அடுத்தது மூவ் ஆன் பண்ண முடியும். மூவ் ஆன் ப்ளஸ் இப்போ அவங்க சேர்ந்துட்டாங்கல்ல, அவங்க சோல் வந்து வெளியே வந்துச்சுன்னு நினைக்கிறேன். ஃபயர் ஆகலன்னு நினைக்கிறேன். வெடிச்சிருச்சு போல. இல்லடா வெடிக்கலடா, சம்திங் ஏதோ பிரைட்டா லைட் தான் வந்துச்சு. அதான் சம்திங் லைக் தட் வந்துச்சு. அவங்க அப்படியே அவங்களோட ஆத்மா கட்சியில் வந்து இவர் தான் தேவதூதனா இருந்துக்கிறாரு மோகன். நான் என்னமோ நினைச்சேன். ஆனால் படம் இல்லை எனக்கு அதான் நான் சொல்லணும்னா வந்து ஃபர்ஸ்ட் ஹாஃப்ல வந்து சொன்னல ரீ ரிலீஸ்ரா அப்படின்னு சொல்லிட்டு நான் யோசிச்சுனே என்னடா இதை ரீ ரிலீஸ் பண்ணுறாங்களே பார்த்தானா செகண்ட் ஹாஃப் ஸ்டோரி வந்து வெயிட் படம் வந்து கொஞ்சம் ஸ்லோவாகவே தான் போச்சு. ஆனால் அந்த போர்னஸ் தெரில. நீ இதை வந்து 2000 எடுத்துக்கு வந்து ஸ்கிரிப்ட் எப்படி ஓகே பண்ணி அது இல்லை இந்த ஸ்கிரிப்டை ஓகே எப்படி பண்ணியிருப்பாங்க சொல்கிறேன். அந்த டைமுக்கு இது பயங்கரமான. நீ எப்படிப்பா இதை வந்து நீ கன்வே பண்ணும் ஆடியன்ஸுக்கு அப்படின்னு இருக்கும்ல. அந்த டைமில் இது யார் ஷிபி மலையில் அருமை பண்ணிட்டாங்க. ஆனால் எனக்கு வந்து ஒரே ரீ ரிலீஸ் ஆக போது எனக்கு ஒரே ஒரு விஷயம் தான். சர்ச்சுக்கு அவனை இதுதானே அது அதுக்குள்ள எப்படி பாப்பே வந்து ஒரு நல்ல ஆத்மாடா அவரு. அதனால இங்கே காலேஜ் ப்ளஸ் இன்ஸ்டியூட் ப்ளஸ் அந்த 20 பேர் தானே இருந்தாங்க. அந்த இது இருக்கும் பாருடா இங்க குரோம்பேட்ல ஒரு சர்ச்சு பக்கத்துலேயே ஸ்கூல் இருக்கும் பாரு, அந்த சர்ச்சு கவர்னன்ட் அந்த மாதிரி தான் போல. ஆனால் எனக்கு அது ஒன்று தான் மண்டை பின்னாடி ஓடிட்டு அவரு பேட் ஓமன் இல்லை ஒரு குட்ஸோ இது இல்லை. ஸோ அதனால அது ஒன்று. அதே மாதிரி வந்து அந்த இன்னொரு ஃபாதர் இருந்தார் ஒரு இடுப்புல ஃபர்ஸ்ட் ஸ்டார்டிங்ல அவர் பேசுறதுலாம் கொஞ்சம் என்ன இவர் இப்படி பேசுறா லைட்டாக கிரிஞ்சா இருந்துச்சு. பார்த்தா ஃபன் பண்ணி விட்டு அம்மா பண்ணார் அவர் லைட்டு லூஸ் கனெக்ஷன் போல. அந்த நாய்ங்கள இது அது ஒரு ஷூரம் பிரீடு போல ஷூஸ் போட்டு டாபர் செம்மையா இருந்தது. அவரு செம்ம பண்ணியிருந்தாரு. கொஞ்சம் தான் வந்திருந்தாரு, செம்ம காமெடி பண்ணாரு. நல்லா இருந்தது படம். பாருங்க நீங்களும் பாருங்க. ஸோ தேவதூதன் தியேட்டரில் போயிட்டு பாருங்க. எஸ் ஆமாம் தியேட்டர்லேயும் பாருங்க. ஏன்னா தியேட்டரில் பார்க்கணும் அந்த சவுண்டு எப்படி இருக்கும் அதுதான். ஆமாம் எனக்கு தெரிஞ்சு ஒரு 70ல் பார்த்தா நல்லா இருக்கும். அந்த மியூசிக்கு அந்த ஸ்டார்டிங் சீக்வன்ஸு எல்லாம் இந்தியன் எல்லாமே வருது பற்றியா. வித்தியாசாக தான் அந்த மாதிரி பழைய தான் இந்த மாதிரி பண்ணிட்டாரு. இன்னமும் ரூலிங் தான் அது. ஸோ அது ஒன்று. ஸோ இப்போது நம்ம இன்னொரு அருமையான ரியாக்ட் பண்ணுவோம். Until then, Eddie, Bharat signing off. Subscribe.